ഡിസൈപ്പിൾ എന്നുള്ളതായിരുന്നു നമ്മുടെ ചിന്താവിഷയം. ശിഷ്യരാകുക എന്നതാണ് നമ്മുടെ ഈ 2 ദിവസങ്ങളിലെയും ചിന്താവിഷയം. ഇന്നലെ നമ്മൾ തിമായിയുടെ മകനായ ബർത്തിമായിയുടെ ജീവിതത്തിൽ നിന്ന് എങ്ങനെയാണ് നാം ശിഷ്യരാകേണ്ടുന്നത്, ശിഷ്യരാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ചില കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇന്നലെ ബർത്തിമായിയുടെ ജീവിതത്തിലൂടെ കേട്ടു. എന്തൊക്കെയാണ് നമ്മൾ കേട്ടത്? ഒന്നാമത് ഞാൻ പറഞ്ഞത് എന്തായിരുന്നു? ബർത്തിമായി യേശു കർത്താവിനെ അറിഞ്ഞതുപോലെ നാമും എന്ത് ചെയ്യണം? യേശു കർത്താവിനെ അറിയണം. എന്റെ രക്ഷകനാണ് എന്റെ കർത്താവ് എന്നുള്ള വലിയൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ശിഷ്യനായി തീരുന്നത്. രണ്ടാമത് പറഞ്ഞത് ബർത്തിമായിക്ക് ക്രിസ്തുവിനുണ്ടായിരുന്ന വിശ്വാസത്തെ കുറിച്ചാണ്. ബർത്തിമായുടെ വിശ്വാസത്തിന്റെ 2 പ്രത്യേകതകൾ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു. ഒന്ന്, വിശ്വാസത്തിലുള്ള ഒരു സ്ഥിരോത്സാഹം അവിടെ ബർത്തിമായിക്ക് ഉണ്ടായിരുന്നു. അവന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ, ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ നേടിയെടുക്കുന്നത് വരെയുള്ള ഒരു വലിയ ശ്രമം ബർത്തിമായുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, യേശു കർത്താവിനെ അചഞ്ചലമായി വിശ്വസിച്ചു. കർത്താവ് തന്നെ വിളിച്ചപ്പോൾ താൻ ഇനി മുതൽ കാഴ്ചയുള്ളവനാണ് എന്നുള്ളൊരു ബോധ്യം ബർത്തിമായിക്ക് ഉണ്ടായി എന്നതാണ്. ഏറ്റവും ഒടുവിലായി പറഞ്ഞു, ആ ബർത്തിമായിക്കുണ്ടായ വലിയൊരു രൂപാന്തരം ദാവീദപുത്ര എന്നുള്ള നിലവിളിയിൽ നിന്നും മാറി യേശു കർത്താവിനെ റബ്ബൂനി എന്ന് വിളിച്ചു. കർത്താവിനെ എന്റെ എല്ലാമായി സ്വീകരിച്ചുകൊണ്ട് ഈ ബർത്തിമായി യേശു ക്രിസ്തുവിനെ അനുഗമിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ച കാര്യം. ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കുന്ന ചിന്താവിഷയം, ദൈവം നാം ശിഷ്യനായി കഴിഞ്ഞാൽ എന്താണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം. വാട്ട് ഡസ് ഗോഡ് വാണ്ട് ഫ്രം എ ഡിസൈപ്പിൾ എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താവിഷയം. ചിന്തയ്ക്ക് ആധാരമായി ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വേദഭാഗങ്ങളെ അധികരിച്ച് ശിഷ്യനായി കഴിഞ്ഞാൽ കർത്താവ് നമ്മളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. നമുക്കൊക്കെ ഏറെ പരിചിതനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഫാദർ ഡാമിയൻ. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബെൽജിയംകാരനായി ജനിച്ച് ഹവായിലെ മൊളക്കോ ദ്വീപിൽ കുഷ്ഠരോഗികൾക്ക് വേണ്ടി കടന്നു വന്ന് അവരെ ചികിത്സിച്ച് ഏറ്റവും ഒടുവിൽ ഒരു കുഷ്ഠരോഗിയായി തന്നെ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞ മനുഷ്യനാണ് ഫാദർ ഡാമിയൻ. അദ്ദേഹം ഈ കുഷ്ഠരോഗികൾ താമസിക്കുന്ന അങ്ങോട്ട് എത്തിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് അവിടുത്തെ ബിഷപ്പായിരുന്ന ബിഷപ്പ് മൈഗ്രേറ്റ് ആയിരുന്നു അദ്ദേഹത്തെ സ്വീകരിച്ചത്. അദ്ദേഹം ഈ ഫാദർ ഡാമിയനെ കൊണ്ട് ഈ കുഷ്ഠരോഗികളുടെ അടുത്ത് ചെന്നിട്ട് അവരോട് പറഞ്ഞത് ഇപ്രകാരമാണ്: നിങ്ങളോടുള്ള സ്നേഹത്താൽ നിങ്ങളിൽ ഒരാളായി നിങ്ങളോടൊപ്പം ജീവിച്ച് നിങ്ങളോടൊപ്പം മരിക്കാൻ തയ്യാറായി വന്ന ഈ ദേഹം നിങ്ങൾക്ക് ഇന്ന് മുതൽ ഒരു പിതാവായിരിക്കും എന്നാണ് പറഞ്ഞത് ഇപ്രകാരമാണ്: നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങളിൽ ഒരാളായി ജീവിക്കണമെന്നുള്ള വലിയ ആഗ്രഹത്തോടെ നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായി വന്നിരിക്കുകയാണ് ഈ മനുഷ്യൻ. അതുകൊണ്ട് ഈ മനുഷ്യൻ നിങ്ങൾക്ക് ഒരു പിതാവിനെ പോലെ ആയിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ക്രിസ്തു ശിഷ്യനായി ഇറങ്ങി തിരിച്ച അദ്ദേഹം ഈ ബിഷപ്പ് മൈഗ്രേറ്റിന്റെ സ്വാഗത വാക്കുകളിൽ പറഞ്ഞതുപോലെ തന്നെ തന്റെ ജീവിതം ക്രിസ്തുവിനായി സമർപ്പിക്കുകയും പിന്നീട് നമ്മൾ അദ്ദേഹത്തിന്റെ ജീവിതം പഠിക്കുമ്പോൾ അദ്ദേഹം ഈ കുഷ്ഠരോഗികളെ ചികിത്സിച്ച് അവരിൽ ഒരാളായി മാറി ഏറ്റവും ഒടുവിൽ അദ്ദേഹവും കുഷ്ഠരോഗം പിടിച്ച് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച മനുഷ്യൻ ഏറ്റവും ഒടുവിൽ കുഷ്ഠരോഗിയായി തന്നെ മരിച്ചു എന്നുള്ളതാണ്. ഒരു ഗുരു തന്റെ ശിഷ്യനിൽ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം അതുപോലെ തന്നെ തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന വ്യക്തിയാണ് ഫാദർ ഡാമിയൻ എന്നുള്ളത്. ഒരു ശിഷ്യനിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് ഫാദർ ഡാമിയന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും.
എന്നാൽ ഇന്ന് നാം വായിച്ച സുവിശേഷ വേദഭാഗത്തെ മുൻനിർത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം നമ്മളെ എല്ലാവരെയും സംബന്ധിച്ച് വായിക്കുമ്പോൾ നമ്മയൊക്കെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ഒരു സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. സുവിശേഷങ്ങൾ എത്രയുണ്ട്? 5, 6, 7, 4 ഉറപ്പാണ്. കുറച്ച് പേർക്കെങ്കിലും ഉറപ്പാണ്. സുവിശേഷം എത്രയുണ്ട്? 4 സുവിശേഷമുണ്ട്. ഈ സുവിശേഷങ്ങളെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എത്രയായിട്ടാ? 2ആയിട്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ? അറിയാമോ? ആദ്യത്തെ 3 സുവിശേഷം ഏതൊക്കെയാ? മത്തായി, മർക്കോസ്, ലൂക്കോസ്. ഈ 3 സുവിശേഷങ്ങളെ ഒറ്റ ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. സിനോപ്റ്റിക്കൽ ഗോസ്പൽ എന്ന് പറയും. സമവീക്ഷണ സുവിശേഷങ്ങൾ എന്നാണ് അതിനെ വിളിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. കാരണം യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, സാധാരണ യേശു കർത്താവിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാണ് മത്തായി, മർക്കോസ്, ലൂക്കോസ് തുടങ്ങുന്നെങ്കിൽ യോഹന്നാൻ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടാണ് സുവിശേഷം ആരംഭിക്കുന്നത്. ആദിയിൽ എന്നൊക്കെ പറഞ്ഞ് വളരെ തത്വശാസ്ത്രപരമായിട്ടാണ് യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് അത് വായിച്ചാൽ തന്നെ മനസ്സിലാകും. എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്തില്ല, യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഈ സഭാപിതാക്കന്മാർ യോഹന്നാന്റെ സുവിശേഷത്തിന് ഒരു ദൃഷ്ടാന്തമായി പറയുന്നത് കഴുകൻ എന്ന പക്ഷിയെ വെച്ചുകൊണ്ടാണ്. ഈ കഴുകൻ എന്ന് പറയുന്ന പക്ഷിയുടെ പ്രത്യേകത നമുക്കറിയാം. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാണ് ആര്? കഴുകൻ, അല്ലെ? എന്നാൽ ഈ കഴുകൻ ഏറ്റവും ഉയരത്തിൽ പറക്കുമ്പോൾ തന്നെ ഏറ്റവും താഴെയുള്ള വസ്തുക്കളെ പോലും കാണാനുള്ള ഒരു കാഴ്ച ആകുന്നുണ്ട്. ഈ കഴുകന് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ യോഹന്നാന്റെ സുവിശേഷം ഈ കഴുകനെ പോലെയാണെന്നാണ് പറയുന്നത്. കാരണം വളരെ ഉയരത്തിൽ നിൽക്കുന്ന ഒരു ആത്മീയ ബോധവും എന്നാൽ അതിലൂടെ വളരെ ആഴത്തിൽ നമുക്ക് ലഭിക്കുന്ന ഉൾക്കാഴ്ചയും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പൊതുവെ പറയാറുണ്ട്, ഒരു മനുഷ്യൻ അവന്റെ ആയുസ്സിൽ ഒരു സുവിശേഷം മാത്രമേ വായിക്കാനുള്ള അവസരം കിട്ടിയുള്ളൂ എങ്കിൽ അവർ വായിക്കേണ്ട സുവിശേഷം അത് യോഹന്നാന്റെ സുവിശേഷമായിരിക്കണം എന്ന് പൊതുവെ പറയാറുണ്ട്. കാരണം ഈ മറ്റു സുവിശേഷങ്ങൾ, മത്തായിയുടെ, മർക്കോസിന്റെ, ലൂക്കോസിന്റെ സുവിശേഷങ്ങൾ യേശു കർത്താവിന്റെ പഠിപ്പിക്കലുകൾക്കും യേശു കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾക്കും യേശു കർത്താവിന്റെ ടീച്ചിങ്സിനുമൊക്കെ പ്രാധാന്യം നൽകുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം ആരാണ് യേശു എന്ന് നമുക്ക് പറഞ്ഞു തരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമമാണ് നടത്തുന്നത്. മാത്രമല്ല യോഹന്നാന്റെ സുവിശേഷത്തിലാണ് പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഈ ദൈവവും തമ്മിലുള്ള ബന്ധം എപ്രകാരമായിരിക്കുന്നു എന്നൊക്കെ വളരെ സവിസ്തരം നമുക്ക് പറഞ്ഞു തരുന്നത്. ദൈവവും പുത്രനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നൊക്കെ നമുക്ക് കൃത്യമായി അറിയണമെങ്കിൽ അത് യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അല്ലെങ്കിൽ അതിന്റെ മുഴുവൻ സന്ദേശം, അതിന്റെ ഒരു തിയോളജിക്കൽ തീം എന്ന് പറയുന്നത് എക്സാൽട്ടഡ് ക്രൈസ്റ്റ് എന്നുള്ളതാണ്. മഹത്വീകരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച്, അല്ലെങ്കിൽ യേശു കർത്താവിനെ മഹത്വീകരിക്കുവാൻ വേണ്ടിയാണ് അതിലെ ഓരോ വാക്കുകളും എഴുതി വച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം മുതൽ 21-ാം അധ്യായം വരെ നാം വായിക്കുമ്പോൾ അതിലെ ഓരോ ഭാഗങ്ങൾക്കും വളരെയധികം പ്രത്യേകതകളും പ്രാധാന്യവും ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കുവാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ പാടുള്ള ഒരു വേദഭാഗമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം, അതിന്റെ 15 മുതൽ 17 വരെയുള്ള വേദഭാഗം. ഈ ഭാഗത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം തന്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ 3ാമതും പ്രത്യക്ഷപ്പെടുന്ന ആ ഒരു അനുഭവമാണ് ഈ വേദഭാഗത്തിൽ രചിച്ചിരിക്കുന്നത്. ഈ വേദഭാഗത്തിൽ നമ്മൾ ഈ 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത് യേശു കർത്താവ് തന്റെ ശിഷ്യനായ പത്രോസിനോട് 3 ചോദ്യങ്ങൾ ചോദിക്കുന്നതും പത്രോസ് തിരിച്ച് യേശു കർത്താവിനോട്
3 ഉത്തരങ്ങൾ പറയുന്നതുമാണ്. ഈ 3 ചോദ്യങ്ങൾക്കും 3 ഉത്തരങ്ങൾക്കും വലിയ പ്രത്യേകതയുണ്ട്. യേശു കർത്താവിനെ പത്രോസ് എത്ര തവണ തള്ളി പറഞ്ഞു? എത്ര തവണ പറഞ്ഞു? പത്രോസ് പറഞ്ഞു 3 തവണ എന്ത് ചെയ്തു? യേശു കർത്താവിനെ പത്രോസ് തള്ളി പറഞ്ഞു. ഇവിടെ ഈ സുവിശേഷത്തിന്റെ ഈ ഭാഗത്തിന്റെ പ്രത്യേകത 3 തവണ തന്നെ തള്ളി പറഞ്ഞ പത്രോസിനെ കൊണ്ട് യേശു കർത്താവ് 3 ചോദ്യത്തിലൂടെ അവനെ ശിഷ്യത്വത്തിൽ ഉറപ്പിക്കുകയാണ് എന്നുള്ളതാണ് ഈ ഭാഗത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്നുള്ളത്. അപ്പോൾ ഇവിടെ യേശു കർത്താവും പത്രോസും അവർ തമ്മിലുള്ള ഈ ചോദ്യോത്തര വേളയിലൂടെ ഒരു ശിഷ്യനിൽ നിന്ന്, ഒരു ക്രിസ്ത്യൻ ശിഷ്യനിൽ നിന്ന് എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്, ഒരു ശിഷ്യനായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനും നിങ്ങളും കർത്താവിന്റെ ശിഷ്യനായി കഴിഞ്ഞാൽ, ക്രിസ്തു നമ്മളിൽ നിന്ന് ഒന്നാമത് ആഗ്രഹിക്കുന്നത് യേശുവിന് വേണ്ടി മുറിവ് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. യേശുവിന് വേണ്ടി മുറിവ് ഏറ്റെടുക്കുക, ടു ടേക്ക് wounds for Jesus എന്നുള്ളതാണ് ഒരു ശിഷ്യനിൽ നിന്ന് ക്രിസ്തു പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ വേദഭാഗത്തിൽ ഞാൻ പറഞ്ഞു, യേശു കർത്താവ് ചോദിക്കുന്ന 3 ചോദ്യങ്ങൾ. ഒരു പക്ഷേ ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് ചോദിക്കാം, യേശു കർത്താവിന് തന്നെ ഒരു സ്വഭാവം. കാരണം ഒരേ ചോദ്യം തന്നെയാണ് യേശു കർത്താവ് ചോദിക്കുന്നത്, പത്രോസിനോട് ചോദിക്കുന്നത്, അല്ലേ? ചോദ്യത്തിന്റെ ഒരു മൊത്തത്തിലുള്ള അന്തസത്ത ഇത്രയേ ഉള്ളൂ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നതാണ് ഇവിടെ യേശു കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നത്. നിങ്ങൾ അതിന്റെ ഓരോ വാക്യം വായിക്കുമ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. 15-ാം വാക്യവും 16-ാം വാക്യവും 17-ാം വാക്യവും വായിക്കുമ്പോൾ അവിടെ യേശു കർത്താവ് 3 ചോദ്യം ചോദിക്കുന്നതിന്റെ ആകത്തുക എന്ന് പറയുന്നത് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ പത്രോസ് യേശു കർത്താവിനോട് പറയുന്ന മറുപടി എന്ന് തന്നെയാണ്, ഒരേ മറുപടി തന്നെ, കർത്താവേ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ യേശു കർത്താവ് ഒരേ ചോദ്യം 3 തവണ പത്രോസിനോട് ചോദിക്കുന്നു. പത്രോസ് ഒരേ മറുപടി തന്നെ 3 തവണ യേശുവിനോട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് തോന്നുന്നു ഇതെന്ത് പരിപാടിയാണ്, ഒരേ ചോദ്യം തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുന്നു, ഒരേ ഉത്തരം വീണ്ടും വീണ്ടും പറയുന്നു എന്നുള്ള ഒരു സംശയം നമുക്ക് തോന്നാം. എന്നാൽ നമ്മൾ ആ ചോദ്യങ്ങളെ ഒന്നുകൂടി ഒന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ യേശുക്രിസ്തുവിന്റെ ചോദ്യത്തിന് വലിയധികം പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം ചോദിക്കുമ്പോൾ യേശുക്രിസ്തു പറയുന്ന ഒരു വാക്കുണ്ട്, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. അതായത് ശിഷ്യന്മാർ മുഴുവൻ അവിടെ ഉണ്ട്. എന്നാൽ യേശു പത്രോസിനോട് ചോദിക്കുകയാണ്, നീ ഈ ഇരിക്കുന്ന ആളുകളെക്കാട്ടിൽ എല്ലാം അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ട്. പത്രോസിന്റെ മറുപടി മറുപടിയുണ്ട്, എന്താണ്? കർത്താവേ എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. അപ്പൊ വീണ്ടും യേശു കർത്താവ് അതേ ചോദ്യം തന്നെ ചോദിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്തുകൊണ്ടാണ് യേശു വീണ്ടും അതെടുത്ത് ചോദിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും? നമ്മൾ ഒരാളോട് ഒരു ചോദ്യം ചോദിച്ചിട്ട് അയാൾ നമ്മൾ ചോദിച്ച ചോദ്യത്തിനല്ല ഉത്തരം പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും അതേ ചോദ്യം ആവർത്തിക്കും, അല്ലെ? അപ്പോൾ ഇവിടെ യേശു കർത്താവ് വീണ്ടും ചോദിച്ചതിന്റെ പിന്നിലുള്ള കാര്യം എന്തായിരിക്കും? യേശു കർത്താവ് പ്രതീക്ഷിച്ച മറുപടി അല്ല ആരുടെ ഭാഗത്തുനിന്നുണ്ടായത്, പത്രോസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പൊ യേശു കർത്താവ് നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ പത്രോസ് പറയുകയാണ്, കർത്താവേ എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. അപ്പൊ യേശു ക്രിസ്തു ചോദ്യത്തിൽ ഒരു വാക്കങ്ങ് വിട്ടു. എന്നിട്ട് വീണ്ടും പത്രോസിനോട് ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? വീണ്ടും ചോദിക്കണം, ഡു യു ലവ് മീ? നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കാം. വീണ്ടും പത്രോസ് പറയുകയാണ്, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. വീണ്ടും യേശു ക്രിസ്തുവിന്റെ ചോദ്യത്തിൽ മാറ്റം വന്നു. മൂന്നാമത് യേശു ക്രിസ്തു ചോദിക്കുകയാണ്, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? അതാണ് യേശു കർത്താവിന്റെ 3 ചോദ്യം. അപ്പൊ ആദ്യത്തെ 2 ചോദ്യം നീ എന്നെ സ്നേഹിക്കുന്നു എന്നായിരുന്നു. മൂന്നാമത്തെ ചോദ്യം നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്നുള്ളതാണ്. കാരണം 2 ഉത്തരവും പത്രോസ് പറഞ്ഞ എന്താണ്? എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. അപ്പോൾ യേശു ക്രിസ്തു മൂന്നാമത്തെ ചോദ്യം ചോദിക്കണം, ഓക്കെ നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് പത്രോസിന് ചെറിയ ഒരു ചിന്തയുണ്ടായത്. യേശു കർത്താവ് ചോദിച്ച ചോദ്യത്തിനല്ലേ ഞാൻ ഉത്തരം പറഞ്ഞത്. കാരണം പത്രോസ് അവളെ വലിയ സങ്കടത്തിലായിട്ട് യേശു കർത്താവിനോട് പറയുന്നുണ്ട്, കർത്താവേ നീ സകലവും
അറിയുന്നുണ്ടല്ലോ എന്നുള്ളതാണ് പത്രോസിന്റെ പ്രതികരണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ചോദ്യത്തിന് നമുക്ക് വലിയതായിട്ടൊന്നും തോന്നിയില്ലെങ്കിലും ഈ ചോദ്യത്തിന് വലിയ അർത്ഥമുണ്ടോ എന്നതാണ് നമ്മൾ അതിന്റെ മൂലഭാഷ പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതിന്റെ മൂലഭാഷയിലേക്ക് നാം ചെല്ലുമ്പോൾ യേശു കർത്താവിന്റെ ഈ 3 ചോദ്യങ്ങൾക്കും വലിയ രീതിയിലുള്ള അർത്ഥവും ആഴവും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി പറ്റും. ഗ്രീക്കിലാണ് പുതിയ നിയമം എഴുതിയിരിക്കുന്നത്. നമുക്കറിയാവുന്ന ഒന്നാണ്. നമ്മുടെ പുതിയ നിയമത്തിന്റെ മൂലഭാഷ എന്ന് പറയുന്നതാണ് ഗ്രീക്കാണ്, യവന ഭാഷയാണ്. യവന ഭാഷയിൽ പ്രധാനമായും സ്നേഹത്തെ കുറിക്കുന്ന 7 വാക്കുകളുണ്ട് എന്നതാണ് പറയുന്നത്. 7 വാക്കാണ് യവന ഭാഷയിൽ സ്നേഹത്തെ കുറിച്ച് പറയുന്നത്. അത് രണ്ടാമത്തെ വാക്ക് സ്റ്റോസ് എന്ന് പറയുന്ന ഒരു വാക്കാണ്. അതിന്റെ അർത്ഥം നാച്ചുറൽ ലവ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. രണ്ടാമത്തെ വാക്ക് ഈറോസ് എന്ന് പറയുന്ന പദമാണ്. അതിന്റെ അർത്ഥം എന്തെങ്കിലും ഒരു ആഗ്രഹത്തെ മുൻനിർത്തി ഒരാള് ഒന്നിനെ സ്നേഹിക്കുന്നതിനെയാണ് ഈറോസ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. മൂന്നാമത്തെ വാക്ക് ഫിലയോ എന്നതാണ്. മൂന്നാമത്തെ വാക്ക് അത് ബ്രദർലി അല്ലെങ്കിൽ ഫ്രണ്ട്ലി ലവ് എന്നാണ് പറയുന്നത്. സുഹൃത്തുക്കൾ തമ്മിലുള്ളതോ സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹത്തെ കുറിക്കുന്ന വാക്കാണ് ഫിലയോ. നാലാമത്തെ വാക്ക് ലുഡസ് എന്നുള്ളതാണ്. കളിതമാശ നിറഞ്ഞ സ്നേഹം എന്നതാണ് ആ വാക്കിന്റെ അർത്ഥം. അഞ്ചാമത്തെ വാക്ക് പ്രാജ്ഞ എന്നാണ് പറയപ്പെടുന്നത്. അത് പരിചിതമായ ആളുകളോട് നാം കാണിക്കുന്ന സ്നേഹത്തെയാണ് അത്തരത്തിൽ പറയുന്നത്. ആറാമത്തെ വാക്ക് ഫിലോലൗസിയ എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം സെൽഫ് ലവ് എന്നാണ്. ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നതിന് ഉപയോഗിക്കുന്ന വാക്ക്. ഏഴാമത്തെ വാക്കാണ് ഗ്രീക്കിൽ ഏറ്റവും ശക്തമായിട്ടുള്ള വാക്കായിട്ട് പറഞ്ഞിരിക്കുന്ന വാക്ക് അഗാപ്പെ എന്നതാണ് ആ വാക്ക്. ആ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദ ഹൈയസ്റ്റ് ഫോം ഓഫ് ലവ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ലവ് എന്ന് നമുക്ക് അതിനെ പറയാം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സാക്രിഫിഷ്യൽ ലവ് എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ പറയാം എന്നുള്ളതാണ്. ഇവിടെ യേശു കർത്താവിന്റെ 3 ചോദ്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം സ്നേഹം എന്നാണെങ്കിൽ അവിടെ ഗ്രീക്കിൽ അതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അഗാപ്പെ എന്ന് പറയുന്ന ഒരു പദമാണ്. അതായത് യേശു കർത്താവ് പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, നീ എന്നെ ഏറ്റവും സ്നേഹത്തിന്റെ ഏറ്റവും മൂർത്തീഭാവം എന്നുള്ള രീതിയിൽ അതിന്റെ ഹയസ്റ്റ് ഫോമിൽ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അഗാപ്പെ എന്ന് പറയുന്ന വാക്ക് നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കണമെങ്കിൽ ദൈവം ഈ ഭൂമിയെ എങ്ങനെ സ്നേഹിച്ചോ ആ സ്നേഹത്തെ പറയുന്ന വാക്കാണ് എന്ത്, അഗാപ്പെ. അതിന്റെ അർത്ഥം എന്താണ്? ദൈവം എന്തിനാണ് ഈ ലോകത്തെ സ്നേഹിച്ചത്? തന്റെ ജീവൻ നൽകിയാണ് ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചത്. അപ്പോൾ യേശു കർത്താവ് പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? നീ എനിക്ക് വേണ്ടി ജീവൻ കളയുവാൻ തയ്യാറാണോ എന്നതാണ് ആര് ചോദിക്കുന്ന ചോദ്യം? യേശു കർത്താവ് ചോദിക്കുന്ന ചോദ്യം. നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ യേശു കർത്താവ് ചോദിക്കുന്നത്, നീ എനിക്ക് വേണ്ടി നിന്റെ ജീവൻ കളയുവാൻ, ജീവൻ ത്യജിക്കുവാൻ തയ്യാറാണോ എന്നതാണ്. പക്ഷെ പത്രോസിന് എന്ത് ചെയ്തില്ല? അത് മനസ്സിലാക്കിയില്ല. പത്രോസ് തിരിച്ചു പറയുന്നത് എന്താണ്? അവൻ അവിടെ പറയുന്നത്, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഫിലയോ എന്നുള്ളതാണ്. ഫ്രണ്ട്ലി ലവ്, ഔ ഡിയർലി ലവ് എന്നുള്ളതാണ് ആ വാക്കിന്റെ അർത്ഥം. ഐ ഡിയർലി ലവ്, എനിക്ക് നിന്നോട് എന്തുണ്ട്? പ്രിയമുണ്ട്. നീ എനിക്ക് വേണ്ടി ചാകാൻ തയ്യാറാണെന്ന് ക്രിസ്തു ചോദിക്കുമ്പോൾ പത്രോസ് പറയുകയാണ്, എനിക്ക് നിന്നോട് എന്തുണ്ട്? ഇഷ്ടമുണ്ട് എന്ന് പറയുക. അവിടെ യേശു കർത്താവ് വീണ്ടും ചോദിച്ചു, നീ എനിക്ക് വേണ്ടി പത്രോസെ നിന്റെ ജീവനെ കളയുവാനായിട്ട് തയ്യാറാണ്? വീണ്ടും ഈ പത്രോസിന് എന്ത് ചെയ്തില്ല? അത് മനസ്സിലായില്ല. വീണ്ടും പത്രോസ് പറയണം, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. മൂന്നാമത് യേശു ക്രിസ്തു ചോദിക്കുകയാണ്, ഓക്കെ, നിനക്ക് എന്നോട് പ്രിയമുണ്ട്. അവൻ പറഞ്ഞ അതേ വാക്ക് തന്നെ തിരിച്ചു ചോദിക്കാം. മൂന്നാമത്തെ ചോദ്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഫിലയോ എന്ന് തന്നെയാണ്. യേശു കർത്താവ് അതിന് ചോദിക്കണം, ഓക്കെ, നീ പറഞ്ഞതുപോലെ നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് യേശു കർത്താവ് മൂന്നാമത് ചോദിക്കാം. അന്നേരമാണ് പത്രോസിന് മനസ്സിൽ ഒരു ബോധ്യം ഉണ്ടാകുന്നത്, ക്രിസ്തു എന്നിൽ നിന്ന് ആഗ്രഹിച്ച മറുപടി ഇതല്ലല്ലോ എന്നുള്ളത് പത്രോസിന് മനസ്സിലാകുന്നു. അവിടെ പത്രോസ് പറയുകയാണ്, കർത്താവേ, നീ എന്നിൽ നിന്ന്, അല്ലെങ്കിൽ നീ എല്ലാം സകലതും അറിയുന്നു എന്നുള്ളത്. പ്രിയമുള്ളവരെ, യേശു കർത്താവ് തന്റെ ശിഷ്യനായിരിക്കുന്ന പത്രോസിനോട് ചോദിക്കുന്ന അതേ ചോദ്യം തന്നെയാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന, ശിഷ്യനാകാൻ തയ്യാറായിരിക്കുന്ന അല്ലെങ്കിൽ
നാം ശിഷ്യരാണ് എന്ന് പറയുമ്പോൾ യേശു കർത്താവ് നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യവും ഇത് തന്നെയാണ്. അല്ലെങ്കിൽ യേശു കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. എന്താണ്? നാം ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാണോ എന്നുള്ളതാണ് ക്രിസ്തു എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. എനിക്ക് വേണ്ടി ജീവൻ കളയുവാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതാണ്. വളരെ വിഖ്യാതനായിട്ടുള്ള ഒരു ജർമ്മൻ ദൈവശാസ്ത്രജ്ഞനാണ് ഡിട്രിച്ച് ബോൺഹോഫർ. അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് മിക്ക ആളുകൾക്ക്, പ്രത്യേകിച്ച് എന്റെ മുമ്പിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയാം. നാസി പടയോട്ടത്തിൽ അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ അഡോൾഫ് ഹിറ്റ്ലറിനെതിരെ ഏറ്റവും ശക്തമായി പ്രതികരിച്ച വ്യക്തിയാണ് ബോൺഹോഫർ എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൂടെ, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെയും ഹിറ്റ്ലറിനെതിരെ അദ്ദേഹം വളരെ ശക്തമായിട്ട് എതിർത്ത് സംസാരിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഹിറ്റ്ലർ പിടിച്ച് ജയിലിലിട്ടപ്പോഴും അദ്ദേഹത്തിന് പറയാനുള്ള ആശയങ്ങൾ അതിശക്തമായിട്ട് തന്നെ ലോകത്തോട് പറയുവാൻ വേണ്ടി അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ പേരാണ് കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിന്റെ ആമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വാക്കുണ്ട്. അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: ക്രിസ്തു ഒരുവനെ വിളിക്കുന്നത് രക്തസാക്ഷിയാകുവാൻ വേണ്ടിയാണ് എന്നതാണ്. ക്രിസ്തു ഒരുവനെ വിളിക്കുന്നത് രക്തസാക്ഷിയായി തീരുവാൻ വേണ്ടിയാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ക്രിസ്തുവിന്റെ ശിഷ്യനായി ഞാനും നിങ്ങളും ആയിരിക്കണമെങ്കിൽ, ക്രിസ്തുവിന്റെ ശിഷ്യനായി ഞാനും നിങ്ങളും ആയിത്തീരണമെങ്കിൽ നാം ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ ത്യജിക്കുവാനായിട്ട്, കളയുവാനായിട്ട് തയ്യാറാകണം എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിന് വേണ്ടി നാം നമ്മുടെ ജീവനെ കളയുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിശ്ചയമായും ക്രിസ്തു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം അത് തന്നെയാണ് എന്നുള്ളതാണ്. കാരണം യേശു ക്രിസ്തു ഇതിനെ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം എന്താണ്? യേശു ക്രിസ്തു നമുക്ക് തന്റെ ജീവനെ നൽകിയിട്ടുള്ള കർത്താവ് തന്നെയാണ്. യേശു കർത്താവ് തന്റെ ജീവനെ നൽകിയാണ് എന്നെ നിങ്ങളെ സ്നേഹിച്ചത്. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്. ക്രിസ്തുവിന് വേണ്ടി എന്റെ ജീവനെ ത്യജിക്കുവാൻ, എന്റെ ജീവനെ കളയുവാനായിട്ട് നാം തയ്യാറാകണമെന്നുള്ളതാണ്. ക്രിസ്തു നമുക്ക് വെറുതെ തന്റെ ജീവനെ നൽകുകയായിരുന്നില്ല. ഈ ബോൺഹോഫർ തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്ന രണ്ട് സമസ്യകളുണ്ട്. അദ്ദേഹം പറയുന്നത് ദൈവത്തിന്റെ കൃപകളെ കുറിച്ചാണ്. അതൊന്ന് പറയുന്നത് ചീപ്പ് ഗ്രേസ് ആൻഡ് കോസ്റ്റ്ലി ഗ്രേസ് എന്നുള്ളതാണ്. രണ്ട് കൃപകൾ എന്നുള്ളതാണ്. ചീപ്പ് ഗ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കുറഞ്ഞ കൃപയാണ്. അതായത് നമുക്ക് വലിയ അധ്വാനമൊന്നുമില്ലാതെ നമുക്ക് വെറുതെ ആരെങ്കിലും എന്തെങ്കിലും ഒരു നന്മ ചെയ്തു തരുന്നതിനെയാണ് ചീപ്പ് ഗ്രേസ് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു ലോട്ടറി അടിച്ചാൽ അതിൻ്റെ അർത്ഥം എന്തുണ്ട്? നമുക്കൊരു അധ്വാനമൊന്നുമില്ല, അല്ലെ? കേവലം നമ്മളൊരു 50 രൂപ മുടക്കിയാൽ നമുക്കൊരു ലോട്ടറി ലഭിക്കും. അതിൻ്റെ വലിയ നന്മ അല്ലെങ്കിൽ നമ്മുടെ അധ്വാനം നമുക്ക് ലഭിക്കുന്നതല്ല. എന്നാൽ അടുത്ത കൃപയെ കുറിച്ച് അദ്ദേഹം പറയുന്നത് കോസ്റ്റ്ലി ഗ്രേസ് ആണ് എന്നുള്ളത്. അതായത് നമ്മുടെ അധ്വാനം കൊണ്ട്, നമ്മുടെ വിയർപ്പ് കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന നന്മ, അതാണ് കോസ്റ്റ്ലി ഗ്രേസ് എന്ന് പറയുന്നത്, ദൈവത്തിന്റെ കൃപ. അപ്പൊ അദ്ദേഹം പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നൽകിയത് ഈ കോസ്റ്റ്ലി ഗ്രേസ് ആണ്, ഏറ്റവും വിലയേറിയ കൃപയാണ്. കാരണം തന്റെ അവസാന തുള്ളി രക്തം വരെയും ക്രിസ്തു എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി നൽകി എന്നുള്ളതാണ് ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് ക്രിസ്തു നമുക്ക് അത്രയും വിലയേറിയത് തരുമ്പോൾ ക്രിസ്തു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ഈ ക്രിസ്തു ചെയ്ത അതേ കാര്യം തന്നെയാണ്. യേശു ക്രിസ്തുവിന് വേണ്ടി നാം മുഴുവൻ ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറാകുക. യേശു കർത്താവിന് വേണ്ടി നാം വേദന ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറാകുക എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ ശിഷ്യത്വത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ശിഷ്യത്വം എന്ന് പറയുന്നത് അത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം എന്താണ്? ശിഷ്യത്വം എന്ന് പറയുന്ന ഒരു ജീവിത ക്രമമാണ് എന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ അർത്ഥം ക്രൂശ് ഏറ്റെടുക്കാതെ നമുക്ക് എന്തില്ല, ഒരു ശിഷ്യത്വത്തെ നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഒരുവൻ ക്രിസ്ത്യാനിയാണോ, നമ്മൾ ക്രിസ്തു ഭക്തരാണോ, നാം ക്രിസ്തുവിന്റെ ശിഷ്യരാണോ, നമ്മൾ ഉറപ്പായിട്ടും എന്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും? ഈ ക്രൂശിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മതിയാവും. ഈ മുറിപ്പെടുന്ന അനുഭവം നമുക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മൾ യഥാർത്ഥ ശിഷ്യനായി തീരുകയുള്ളൂ എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്.
പക്ഷെ ഇന്ന് ക്രൈസ്തവ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഈ ക്രിസ്തുവിന്റെ മുറിവിനെയും ഈ ക്രിസ്തുവിന്റെ രക്തത്തെ എന്ത് ചെയ്യുകയാണ്? മാറ്റി നിർത്തുകയാണ്. ഞങ്ങളൊക്കെ പറയുമ്പോൾ പറയാറുണ്ട്, ഇന്ന് പ്രോസ്പെരിറ്റി തിയോളജിയുടെ കാലഘട്ടമാണ്. ഇന്ന് ക്രൈസ്തവ സമൂഹം മൊത്തം പോകുന്നത് അനുഗ്രഹത്തിന്റെ, സമ്പത്തിന്റെ, ദൈവശാസ്ത്രത്തിന് പിന്നാലെയാണ്. അല്ലെ, നിങ്ങളുടെ ടി വി തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത് എന്താണ്? ആരെങ്കിലും ഈ കഷ്ടതയുടെ സുവിശേഷം നമ്മളോട് പറയുന്നുണ്ടോ? ഇല്ല. ദൈവത്തെ ആരാധിക്കുക, ദൈവസന്നിധിയിൽ വാ, ദൈവത്തിന് മുമ്പാകെ മുഴങ്കാലുകൾ മടക്ക്, നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും വലിയ അത്ഭുതങ്ങൾ, വലിയ നന്മകൾ, വലിയ സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ നിങ്ങൾ നേടും എന്നുള്ളതാണ് ഇന്ന് നാം കേൾക്കുന്ന ഭൂരിഭാഗം സുവിശേഷം എന്ന് പറയുന്നത്. ചില ആളുകൾ പ്രസംഗിക്കുന്നത് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ബൈക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഒരു ഹെൽമെറ്റ് വാങ്ങിച്ചു വെച്ചോ, ദൈവം നിങ്ങൾക്ക് ബൈക്ക് തരും. ഇന്നത്തെ സുവിശേഷങ്ങളൊക്കെ അത്തരത്തിലാണ് പോകുന്നത്. അപ്പോൾ ദൈവത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് നന്മ മാത്രമേ ഉള്ളൂ, നമുക്ക് സമൃദ്ധി മാത്രമേ ഉള്ളൂ. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ 1, 2, 3 എന്ന് പറഞ്ഞതുപോലെ നമ്മൾക്ക് ലഭ്യമായി തീരും എന്നുള്ളതാണ് ഇന്നത്തെ ഭൂരിഭാഗം ദൈവവചനത്തിലൂടെ നാം കേൾക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് രാത്രികാലം ഇവിടെ പത്രോസിനോട് കർത്താവ് ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്ന് ഞാൻ വളരെ ശക്തമായി നിങ്ങളോട് പറയുകയാണ്. വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് കഷ്ടത കൂടാതെ, പ്രയാസം കൂടാതെ, ബുദ്ധിമുട്ട് കൂടാതെ ഒരു ക്രൈസ്തവ ജീവിതം ഇല്ല എന്ന് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നതും ക്രിസ്തുവിന്റെ സ്നേഹവും സാമീപ്യവും ഒക്കെ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, ഈ കർത്താവിന്റെ ശിഷ്യന്മാരുടെ ജീവിതം ഒന്ന് നോക്കിയാൽ അവരാരും വലിയ ഒരു സാമ്പത്തികമായിട്ടുള്ള പ്രൗഢിയിൽ നിന്നുകൊണ്ടോ ഒരു വലിയതായിട്ടുള്ള ഒരു സോഷ്യൽ സ്റ്റാറ്റസിൽ നിന്നുകൊണ്ടോ ഒന്നുമല്ല എന്ത് ചെയ്തത്, ക്രിസ്തുവിനെ പ്രസംഗിച്ചത്. അവരെവിടെയൊക്കെ ക്രിസ്തുവിനെ ഉയർത്തിയിട്ടുണ്ടോ, എവിടെയൊക്കെ ക്രിസ്തുവിനെ പ്രസംഗിച്ചിട്ടുണ്ടോ, അവിടെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അവർ നിന്ന അനുഭവിച്ചിട്ടുണ്ട്, പരിഹാസം അനുഭവിച്ചിട്ടുണ്ട്, വേദന അനുഭവിച്ചിട്ടുണ്ട്. ഓരോ സംഭവത്തിനെ കുറിച്ചൊക്കെ പറയുന്നത് എത്രയോ തവണ കല്ലെറിയാൻ വേണ്ടിയിട്ട് ആളുകൾ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. സ്തേഫാനോസ് മരിച്ചത് എങ്ങനെയാണ്? കല്ലെറിഞ്ഞ് കൊന്നതാണ് സ്തേഫാനോസ്. എന്തുകൊണ്ടാണ്? യേശു കർത്താവിനെ ഉയർത്തി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായി ഞാനും നിങ്ങളും ജീവിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ഈ ഒരു മുറിപ്പെടുത്തുന്ന അനുഭവം എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. എന്നാൽ അതിന്റെ അർത്ഥം വേദനകളും പ്രയാസങ്ങളും മാത്രം തരുന്ന ദൈവം എന്നുള്ളതല്ല. മറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം നമ്മെ മുറിപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ മുറിവിനെ കെട്ടുന്ന ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം എന്ന് പറയുന്നത്. കഷ്ടതയുടെ നടുവിലും പ്രയാസങ്ങളുടെ നടുവിലും നമ്മെ നടത്തുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത്. ഈ പൗലോസ് അപ്പോസ്തലൻ തന്റെ ശുശ്രൂഷയുടെ ഏറ്റവും എന്നിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, കർത്താവ് ഇനി എനിക്ക് എന്ത് ചെയ്തില്ല, ഇനി എനിക്ക് വയ്യ. അല്ലെ, പൗലോസ് പറയുന്നുണ്ട്, ഇനി എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ചില രോഗങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇനി എനിക്ക് നിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സാക്ഷീകരിക്കുവാനായിട്ട് സാധിക്കത്തില്ല എന്ന് പറയുമ്പോൾ യേശു കർത്താവ് പൗലോസിനോട് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താ പറയുന്നതെന്ന് അറിയാമോ? ഞാൻ നിന്റെ രോഗം ഇപ്പോൾ തന്നെ മാറ്റിത്തരാൻ പോവുകയാണ്. നീ ഒരു പുതിയ മനുഷ്യനായി പുതിയ ശരീരത്തോടു കൂടി കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യും എന്നാണ് പറഞ്ഞത്. ആണോ? അല്ല. എന്താണ് യേശു കർത്താവ് പൗലോസിനോട് പറഞ്ഞത്? ഈ രോഗത്തിന്റെ നടുവിലും നിന്നെ മുമ്പോട്ട് നയിക്കുവാൻ എന്റെ കൃപ നിന്നോട് കൂടെയുണ്ട്. ഈ പ്രയാസങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിലും, ഈ പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിലും, ഈ ബുദ്ധിമുട്ടുകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായെങ്കിലും, അതിന്റെ നടുവിൽ നിന്നെ നടത്തുവാൻ നിന്റെ സർവശക്തനായ കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്നാണ് പൗലോസ് അപ്പോസ്തലനോട് യേശു കർത്താവ് പറയുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, ക്രിസ്തു ശിഷ്യത്വം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വേദനയുടെ അനുഭവമുണ്ട് എന്ന് നാം ഒരിക്കലും മറന്നു പോകരുത്. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നാം കാണുന്നത് അത് തന്നെയാണ്. എത്രയോ വർഷം ഇസ്രായേലിന്റെ അടുപ്പത്തിൽ വേദനയും പ്രയാസവും അവർ അനുഭവിച്ചു. എന്നാൽ ദൈവം മോശയിലൂടെ അവരെ വിടുവിച്ചുകൊണ്ട് അവരുടെ വാക്ക്
കനാൻ ദേശത്തിലേക്ക് കൊണ്ടുവരിക. എന്നാൽ നാം അവിടെ എന്താ കാണുന്നത്? അവിടുന്ന് നേരെ ഡയറക്റ്റ് അവരെ കനാൻ ദേശത്തിലേക്ക് കൊണ്ടുവരികയല്ല, മറിച്ച് അവർ നേരെ പോയി നിൽക്കുന്നത് എവിടെയാണ്? ചെങ്കടലിന്റെ മുമ്പിലാണ്. ആ ജനത്തെ ആ ഒരു വലിയ പീഡനത്തിന്റെ അനുഭവത്തിൽ നിന്ന് ദൈവം വിടുവിച്ചുകൊണ്ട് വരുമ്പോൾ അവർ നേരെ പോയി നിൽക്കുന്നത് അടുത്ത പ്രതിസന്ധിയുടെ മുമ്പിലാണ്. എന്നാൽ ആ പ്രതിസന്ധിയോടുകൂടി അവിടെ എല്ലാം അവസാനിച്ചു എന്നുള്ളതല്ല, അവർ അവിടെ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി അവരുടെ കഷ്ടതയിൽ കണ്ടു എന്നുള്ളതാണ്. അവർ അനുഭവിച്ച പ്രതികൂലത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ വലിയൊരു ഇടപെടൽ അവർ കണ്ടു എന്നുള്ളതാണ്. എന്താണ് മനസ്സിലായത്? ആ ചെങ്കടലിന്റെ നടുവിലൂടെ, ഉണങ്ങിയ നിലത്തിലൂടെ ആ ജനം അക്കരെ കടന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇവിടെ പത്രോസിനോട് യേശുക്രിസ്തു ചോദിക്കുകയാണ്, നീ എനിക്ക് വേണ്ടി നിന്റെ ജീവനെ കളയുവാനായിട്ട് തയ്യാറാണോ? നീ എനിക്ക് വേണ്ടി മുറിവേറ്റെടുക്കുവാനായിട്ട് തയ്യാറാണോ? അതിന്റെ അർത്ഥം ക്രിസ്തു ശിഷ്യനായി ഞാനും നിങ്ങളും തീരണമെങ്കിൽ ഈ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ഏറ്റെടുത്തേ മതിയാകും. കഷ്ടതയിലൂടെ മാത്രമാണ്, പ്രയാസങ്ങളിലൂടെ മാത്രമാണ്, ബുദ്ധിമുട്ടുകളിലൂടെ മാത്രമാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും പണിതെടുക്കുന്നത് എന്ന് നാം ഒരിക്കലും മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സാക്ഷ്യവും അത് തന്നെ. കാരണം ഒരുപാട് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും നന്മകളും ഈ ഒരു 3-4 വർഷത്തിൽ ഞാൻ ആഗ്രഹിച്ചതിലുപരി ദൈവിക നന്മകളും അനുഗ്രഹങ്ങളും അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഓരോ ദൈവിക നന്മയും ഞാൻ അനുഭവിക്കുമ്പോഴും, ഓരോ വലിയ ദൈവിക സന്തോഷം അനുഭവിക്കുമ്പോഴും അതിന്റെ തൊട്ട് മുമ്പ് ഞാൻ കടന്നു പോയിട്ടുള്ള അനുഭവങ്ങൾ അത് എനിക്ക് പറയാവുന്നതിലും അപ്പുറമാണ്. കാരണം അത്രത്തോളം കഷ്ടതയുടെയും പ്രയാസത്തിന്റെയും ദുഃഖത്തിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്ക് ആദ്യമായിട്ട്, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു പട്ടത്തെ ശുശ്രൂഷയിലേക്ക് ഒരു ഉപായം ധരിക്കുക എന്നുള്ളത്. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. ചെറുപ്പകാലം മുതൽക്കേ തന്നെ ഒരു വൈദികനാകണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ പഠനവും എൻ്റെ ജീവിതവും എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ദേവാലയവുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പഠനം പൂർത്തീകരിച്ചു, സെമിനാരിൽ പോയി പഠിക്കുവാനുള്ള അവസരം ലഭിച്ചു. ഈസിയാള മഹാനഗറിൽ മിഷണറിയായി പലയിടങ്ങളിൽ പ്രവർത്തിക്കുവാനായിട്ട് ഭാഗ്യം ലഭിച്ചു. ഏറ്റവും ഒടുവിൽ ആ ഒരു പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ആ ഒരു സാഹചര്യം വന്നപ്പോൾ, ആ ഒരു വലിയ സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് ഞങ്ങളുടെ കുടുംബം മുഴുവൻ വന്നപ്പോൾ, ആ ഒരു സന്തോഷത്തെ ഏറ്റെടുക്കുവാനായിട്ട് ഞങ്ങൾ ഒരുങ്ങിയപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി കടന്നു വന്നു എന്നുള്ളതാണ്. അത് എൻ്റെ സഹോദരിക്ക് ഒരു വലിയ രോഗത്തിന്റെ അനുഭവം ഉണ്ടായി എന്നുള്ളതാണ്. എൻ്റെ സഹോദരി ഇവിടെ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് കഴിയുമ്പോൾ കാണാൻ പരിചയപ്പെടാം. വളരെ പെട്ടെന്ന് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു അസുഖം വന്ന് പിടിപ്പെട്ടു. 2-3 ദിവസങ്ങൾ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി. എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ കാണുവാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച വ്യക്തിക്ക് ആ ശുശ്രൂഷ കാണുവാൻ പോലും കഴിയാൻ പറ്റത്തില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. അത്തരമൊരു അനുഭവത്തിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ വന്നു. എന്നാൽ കൃത്യസമയത്ത് ദൈവം പ്രിയമകളുടെ ജീവിതത്തിൽ വളരെ അത്ഭുതങ്ങൾ ചെയ്ത് അവരുടെ രോഗത്തിന് സൗഖ്യം നൽകി ആരോഗ്യത്തോടെ, ബലത്തോടെ, ശക്തിയോടുകൂടി വന്ന് ആ ശുശ്രൂഷയിൽ പങ്കുചേരുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം പ്രിയമുള്ളവരെ, എൻ്റെ വിവാഹം നിശ്ചയിച്ചു. വിവാഹ ശുശ്രൂഷ ഡിസംബർ മാസം 28-ാം തീയതി എൻ്റെ വിവാഹം എന്നുള്ള ഒരു തീയതിയിലേക്ക് വന്നു. എന്നാൽ കർത്താവ് എനിക്ക് മറ്റൊരു കഷ്ടത എൻ്റെ ജീവിതത്തിലേക്ക് തന്നു എന്നുള്ളതാണ്. ഡിസംബർ 27-ാം തീയതി എൻ്റെ കല്യാണം നിശ്ചയിച്ചതിന്റെ തലേ ദിവസം എൻ്റെ പിതാവ് ഞങ്ങളെ വിട്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. ആ ഒരു വലിയ ദുഃഖത്തിന്റെ അനുഭവം, ആ സന്തോഷത്തിന്റെ പിന്നിൽ ദൈവം തന്നു എന്നുള്ളതാണ്. പിന്നീട് അങ്ങനെ ഓരോ ദൈവിക നന്മകൾ അനുഭവിക്കുമ്പോഴും അതിന് തൊട്ട് മുമ്പ് ഒരു കഷ്ടതയുടെ, ഒരു പ്രയാസത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് നിങ്ങളോട് ഈ വചനത്തോട് ചേർത്ത് നിർത്തി പറയുവാൻ ആഗ്രഹിക്കുന്നത്, ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകും. ദൈവത്തോട് ചേർത്ത് നിന്ന ക്രിസ്തു ശിഷ്യനായി നിങ്ങൾ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ മുറിപ്പെടുത്തലിന്റെ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകും. എന്നാൽ ആ വേദനയുടെ, പ്രയാസത്തിന്റെ അനുഭവത്തിൽ ദൈവം നിങ്ങളെ ഉയർത്തും എന്ന് ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. ആ കഷ്ടതയുടെ, പ്രയാസത്തിന്റെ നടുവിൽ നിങ്ങളെ നടത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന് നാം ഒരിക്കലും മറന്നു പോകരുത്. നിശ്ചയമായും പൗലോസ് അപ്പോസ്തലനോട്
പറഞ്ഞതുപോലെ നീ അനുഭവിക്കുന്ന പ്രയാസത്തിന്റെയും നീ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെയും നീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുടെയും നടുവിൽ എന്റെ കൃപ നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്തു ശിഷ്യനായി തീരുന്ന നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി ഈ മുറിവേറ്റെടുക്കുവാൻ ഞാൻ നിങ്ങളും തയ്യാറാണോ എന്നുള്ളതാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി മുറിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്രിസ്തു നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. ക്രിസ്തുവിന് വേണ്ടി മുറിവേറ്റെടുക്കുവാൻ നാം തയ്യാറാണോ എന്നത്. കഷ്ടതകളെ ഏറ്റെടുക്കുവാൻ, പ്രയാസങ്ങളെ ഏറ്റെടുക്കുവാൻ, ബുദ്ധിമുട്ടുകളെ ഏറ്റെടുക്കുവാൻ, ആ സമയങ്ങളിൽ പിറുപിറുപ്പില്ലാതെ ദൈവത്തിൽ കൂടുതൽ ആശ്രയം വെക്കുമ്പോൾ, ദൈവത്തിൽ കൂടുതൽ അനുഗ്രഹമായി വിശ്വസിക്കുമ്പോൾ നിശ്ചയമായും ക്രിസ്തു നമ്മളെ വീണ്ടും വീണ്ടും പത്രോസിനെ ശിഷ്യത്വത്തിൽ ഉറപ്പിച്ചതുപോലെ നമ്മെ ഉറപ്പിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. രണ്ടാമത്, ക്രിസ്തു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം, നാം ശിഷ്യനായി കഴിഞ്ഞാൽ ക്രിസ്തു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യം അവരുടെ ഭാരം വഹിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ, അവരുടെ പ്രതിസന്ധികൾ, അവരുടെ പ്രതികൂലങ്ങൾ, അതിലൊക്കെ നാം എന്ത് ചെയ്യണം? പങ്കാളികളാകണം എന്നുള്ളതാണ് ക്രിസ്തു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന അടുത്ത പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. ഞാൻ വെറുതെ പറയുന്നതല്ല. കാരണം ഇവിടെ യേശു കർത്താവ് പത്രോസിനോട് ഓരോ ചോദ്യം ചോദിച്ചിട്ട് പറയുന്ന ഒരു വാക്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? എൻ്റെ ആടുകളെ മേയ്ക്കാം, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കാനാണ്. നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പത്രോസിനോട് ചോദിച്ചിട്ട് അവൻ ഉത്തരം പറഞ്ഞു കഴിയുമ്പോൾ യേശു കർത്താവ് പറയുന്നത് എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കാം എന്നതാണ്. 16-ാം അധ്യായത്തിൽ വീണ്ടും ചോദിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അതിന് അവൻ, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ. വീണ്ടും യേശു കർത്താവ് പറയുന്നു, എൻ്റെ ആടുകളെ പാലിക്കുക. 17-ാം ഭാഗത്ത് വീണ്ടും ചോദിക്കുന്നു, അവിടെ ഉത്തരം പറയുമ്പോൾ യേശു വീണ്ടും അവനോട് പറയുന്നുണ്ട്, എൻ്റെ ആടുകളെ മേയ്ക്കുക എന്നതാണ് പറയുന്നത്. അപ്പൊ 3 ചോദ്യത്തിനും ഉത്തരം പറയുമ്പോൾ യേശു കർത്താവ് പത്രോസിനോട് പറയുന്ന കാര്യം എൻ്റെ ആടുകളെ മേയ്ക്കുക എന്നുള്ളത്. എന്തുകൊണ്ടാണ് യേശു കർത്താവ് എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന് പത്രോസിനോട് പറയാനുള്ള കാരണം? നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളിൽ ഒന്നാണ് ആടും ഇടയനും എന്നുള്ള വാക്ക്. പൊതുവെ യേശു കർത്താവ് തന്റെ ഉപമയിലൊക്കെ ഈ കഥാപാത്രങ്ങളെ കൊണ്ടുവരാറുണ്ട്. അതെന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ഇവിടെയും പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരപ്പോഴായിരിക്കുന്ന ഒരു പാരസ്യം കൾച്ചർ എന്ന് പറയുന്നത് അതൊരു ഇടയ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ്. കാരണം ആ കാലഘട്ടത്തിൽ ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത് ആടുകളെ മേയ്ക്കുക എന്ന് തന്നെയാണ്. ധാരാളം ഇടയന്മാർ ആ കാലത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള വാക്ക് ക്രിസ്തു അവരോട് പറയുകയാണ് എന്നുള്ളതാണ്, പത്രോസിനോട്. അതുകൊണ്ട് തന്നെ ക്രിസ്തു പറയുകയാണ്, എൻ്റെ ആടുകളെ മേയ്ക്കുക എന്നുള്ളത്. അന്ന് ഈ ഇടയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാരമായിട്ടുള്ള ഒരു ജോലിയല്ല. നമ്മളിന്ന് പലപ്പോഴും ഈ വഴിയൊക്കെ നടന്നു പോകുമ്പോൾ കാണാറുണ്ട്, കുറെ പശുക്കളെ കൊണ്ട്, കുറെ ആളുകളെ കൊണ്ട് ഒരാൾ എന്ത് ചെയ്യും, ഇങ്ങനെ നടന്നു പോകുന്നത് കാണാറില്ല. വഴിയൊക്കെ പിടിച്ചു അവർ വഴിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ചെറിയ തട്ടൊക്കെ കൊടുത്ത് എന്ത് ചെയ്യും, വീണ്ടും അതിനെ വഴിയിൽ നിന്ന് മാറ്റും. എന്നാൽ ആ കാലഘട്ടത്തിൽ ഇടയന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒരു നിസ്സാരമായിട്ടുള്ള ഉത്തരവാദിത്വമല്ല. പ്രധാനമായിട്ടും അവർക്ക് 4 ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇടയൻ ആ കാലഘട്ടത്തിൽ 4 ഉത്തരവാദിത്തങ്ങളാണുള്ളത്. ഒന്ന് എന്ന് പറയുന്നത്, അവർക്ക് ഓരോ ദിവസവും തന്റെ ആടുകൾക്ക് മേയുവാനുള്ള മേച്ചിൽപ്പുറങ്ങൾ എന്ത് ചെയ്യണം, നേരത്തെ തന്നെ ഇടയൻ കണ്ടുപിടിച്ച് വെക്കണമെന്നുള്ളതാണ്. നാളെ തന്റെ ആടിനെ എവിടെ കൊണ്ട് മേയ്ക്കാനായി വിടും, അവർക്ക് ഭക്ഷണം എവിടെയാണ് എന്നുള്ളത് ഇടയൻ തലേ ദിവസം തന്നെ കണ്ടെത്തുക മാത്രമല്ല, ആ പ്രദേശത്ത് പോയി ആടിനെ കൊണ്ടുവരുന്നതിന് തൊട്ട് മുമ്പായി, അല്ലെങ്കിൽ അതിന്റെ തലേ ദിവസം തന്നെ ആ സ്ഥലത്ത് പോയി കണ്ട് അവിടെ ഈ ആടിന്റെ ജീവൻ ഹനിക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ ജീവൻ അപകടം വരുത്തുന്ന എന്തെങ്കിലും സാഹചര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ആ സാഹചര്യങ്ങളെയൊക്കെ എന്ത് ചെയ്യണം, ഇടയൻ മാറ്റിക്കളയണമെന്നുള്ളത്. അതായത് ആട് ഈ പച്ചിലകൾ കഴിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് വിഷത്തൈകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് എന്ത് ചെയ്യണം, ഇടയൻ പറിച്ച് മാറ്റിക്കളയണം. ഒരു തരത്തിലും ആടിന്റെ ജീവൻ എന്ത് ചെയ്യരുത്, നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇതാണ് ഇടയന്റെ ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത് അവന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്, അവൻ മേച്ചിൽപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് തൊട്ടു മുമ്പ് ആടിന്റെ തലയിൽ എന്ത് ചെയ്യും, എണ്ണ പൂശും എന്നുള്ളതാണ്. ആടിന്റെ തലയിലും ദേഹത്തും എണ്ണ പൂശും. അതിന്റെ കാര്യം എന്ന് പറയുന്നത്, ഏതെങ്കിലും വണ്ടുകളോ അതുപോലുള്ള ജീവികളോ ഈ ആടിനെ
വിശ്രമിക്കുവാനായിട്ട് പാടില്ല എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. മൂന്നാമത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, ഈ ആടിനെ എല്ലാം ഈ മേച്ചിൽപ്പുറത്ത് കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടയൻ അതിന്റെ ചുറ്റും എന്ത് ചെയ്യും? ഒരു വേലി കെട്ടി തിരിക്കുമെന്നുള്ളത്. അതിനോട് ചുറ്റും ഒരു വേലി കെട്ടി അത് ഒറ്റ വാതിൽ മാത്രം വെക്കും. ആ വാതിലിന്റെ കാവൽക്കാരനായി ആര് നിൽക്കും? ഈ ഇടയൻ നിൽക്കും. വേറെ ഒന്നും എന്ത് ചെയ്യരുത്, ഈ ഇടയനെ വിട്ട് അകത്തോട്ട് കയറുവാനായിട്ട് പാടില്ല. നാലാമത്തെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്, ഈ ആടുകൾ വിശ്രമിക്കുവാനായി ഗുഹയിൽ കടക്കുമ്പോൾ ഇടയൻ എന്ത് ചെയ്യണം? ആ ഗുഹയുടെ മുമ്പിൽ അവർ കിടക്കുന്നതിന് അവർ വിശ്രമിക്കുമ്പോൾ അതിന്റെ കുറുകെ ഇടയൻ കടക്കണം എന്നുള്ളതാണ്. ആടുകൾ ഉറങ്ങുമ്പോൾ ഇടയൻ അതിന്റെ വാതിൽക്കൽ കുറുകെ കിടക്കണം. കാരണം ഏതെങ്കിലും ഒരാൾ പുറത്തോട്ട് ഇറങ്ങിപ്പോയാൽ അത് ആരറിയണം? ഈ ഇടയൻ അറിയണം എന്നുള്ളതാണ്. ഈ 4 ഉത്തരവാദിത്തങ്ങളായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ഇടയന് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇവിടെ യേശു കർത്താവ് പത്രോസിനോട് നീ എന്റെ ആടുകളെ മേയ്ക്കുക എന്ന് പറയുമ്പോൾ ഒരു ഇടയന്റെ ഉത്തരവാദിത്തമാണ് ആരെ ഏൽപ്പിക്കുന്നത്? പത്രോസിനെ ഏൽപ്പിക്കുന്നത്. അതിന്റെ അർത്ഥം ഇവിടെ യേശു കർത്താവ് പത്രോസിനോട് പറയുകയാണ്, നീ ആ ആടുകൾക്ക് വേണ്ടി ഇനി നിന്റെ ജീവിതം മാറ്റിവെക്കണമെന്ന്. അതിന്റെ അർത്ഥം മറ്റുള്ളവർക്ക് വേണ്ടി ഇനി നീ നിന്റെ ജീവിതത്തെ മാറ്റിവെക്കണം എന്നുള്ളതാണ് തന്റെ രണ്ടാമത്തെ ആ ഒരു ചോദ്യത്തിലൂടെ യേശു കർത്താവ് പത്രോസിനോട് പറയുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഇടയന്റെ ജീവിതം ആടുകൾക്ക് വേണ്ടിയാണ് എന്ന് ക്രിസ്തു പറയുകയാണ്. അവരെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് പത്രോസിനെ വിളിച്ചിരിക്കുന്നത് എന്ന് ഇവിടെ പത്രോസിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ആടിന്റെ ഭാരം ഏറ്റെടുക്കണം എന്ന് ഇവിടെ പത്രോസിനോട് പറയുകയാണ്. ഈ ഇടയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ് പ്രിയമുള്ളവരെ പത്രോസിനെ യേശു കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ യേശു കർത്താവിന്റെ ശിഷ്യരാകുന്ന നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്. അവരുടെ ഭാരങ്ങളെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ, അവരുടെ പ്രതിസന്ധികളെ, അവരുടെ ബുദ്ധിമുട്ടുകളെ ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു വാക്കാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്നെനിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. കാരണം ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ പലരുടെ മനസ്സിലുണ്ട്, ഇവിടെ സ്വന്തം കാര്യം തന്നെ നോക്കുവാനായിട്ടുള്ള സമയം ആർക്കില്ല. നമുക്ക് പലർക്കും ഇല്ല എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കുവാനായിട്ട് സമയമില്ല, പിന്നെയാണോ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നാം നോക്കുന്നത് എന്നുള്ളത്. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതം നാം മുഴുവനായി ഒന്ന് പഠിക്കുമ്പോൾ യേശു ക്രിസ്തു തന്റെ ജീവിതത്തിലുടനീളം അവൻ ജീവിച്ചതും അവൻ പ്രവർത്തിച്ചതും അവൻ സംസാരിച്ചതും അവൻ സൗഖ്യം നൽകിയതും അവൻ ഉപമകൾ പറഞ്ഞതൊക്കെ തനിക്ക് വേണ്ടിയായിരുന്നില്ല, മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കാൽപാത്രത്തെ പോലെ ദൈവശാസ്ത്രജ്ഞൻ അദ്ദേഹം യേശു കർത്താവിനെ കുറിച്ച് പറയുന്നത് ജീസസ് ഈസ് മാൻ ഫോർ അതേഴ്സ് എന്നുള്ളതാണ്. യേശു ക്രിസ്തു ആർക്ക് വേണ്ടിയുള്ളവനാണ്? അവൻ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളവനാണ് എന്നതാണ് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത്. യേശു ക്രിസ്തു മറ്റുള്ളവർക്ക് വേണ്ടി തന്റെ ജീവിതത്തെ മാറ്റി നിർത്തിയ മനുഷ്യനാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ നാം ഗുരുവായി സ്വീകരിക്കുവാനായി ആഗ്രഹിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിന്റെ ശിഷ്യനായി ഞാനും നിങ്ങൾ തീരുന്നുവെങ്കിൽ, ഈ ക്രിസ്തുവിനെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ ഭാരങ്ങളെ, അവരുടെ പ്രയാസങ്ങളെ ഏറ്റെടുക്കുവാനായിട്ട് നാം തയ്യാറാകണം എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു ജീവിത ചര്യ നമ്മുടെ ജീവിതത്തിൽ നാം രൂപപ്പെടുത്തി എടുക്കേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ അനേക ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിൽ ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഒക്കെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു. എന്നാൽ പലപ്പോഴും നമുക്ക് അവരെ ഒന്നും തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത്. വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ന് മനുഷ്യൻ ആരാണ്? സ്വസ്നേഹികൾ ആണ് എന്നുള്ളത്. നമുക്ക് ഇന്ന് നമ്മളോട് മാത്രമേ പ്രിയമുള്ളൂ, നമുക്കിന്ന് നമ്മളോട് മാത്രമേ സ്നേഹമുള്ളൂ. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാനോ അവരുടെ വേദനയെ കുറിച്ച് മനസ്സിലാക്കാനോ അവരുടെ സങ്കടങ്ങളെ തിരിച്ചറിയാനോ ഇന്ന് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. നമ്മളിലൊക്കെ സ്വാർത്ഥതയുടെ മനോഭാവം നമ്മളിലൊക്കെ ഈ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ സ്വാർത്ഥരാണോ? ആണോ? നിങ്ങൾക്ക് സ്വാർത്ഥതയുണ്ടോ? കേട്ടോ,
ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല, ഞാൻ പൊതുവെ പറയാനുള്ള ഒരു കാര്യമാണ്. നമ്മളൊക്കെ സ്വാർത്ഥരാണോ എന്നറിയാൻ വേണ്ടി എൻ്റെ അടുത്ത് നോക്കുന്ന ഉത്തരം പറഞ്ഞാൽ, നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? നല്ല ആളുകളാണ് മെഴുകുതിരി കത്തിക്കുന്നതാണ്. ആദ്യം മെഴുകുതിരി കത്തി. ഇവിടെയുള്ള എല്ലാ ആളുകളും നല്ല ആളുകളാണ്, ഞാൻ പ്രത്യേകത്തിൽ ആസ്വദിക്കും. പക്ഷെ ഞങ്ങളുടെ നാട്ടിലേക്കാണ് കറണ്ട് പോകുന്ന ആദ്യം എന്ത് ചെയ്യുന്നറിയോ? ആ ചാടി വിട്ടത്തിറങ്ങി തൊട്ടടുത്ത വീട്ടിലേക്ക് പോകും. അവിടെ കറണ്ട് ഇല്ല എങ്കിൽ ഒരു കുഴപ്പമില്ല, പിന്നെ മെഴുകുതിരിയൊക്കെ തപ്പിപ്പിടിച്ച് കത്തിച്ച് അവിടെ ഇരിക്കും. ഇനി ആ വീട്ടിലെങ്ങാനും ഒരു ലൈറ്റ് തെളിഞ്ഞ് കിടപ്പുണ്ടെങ്കിലുണ്ട്, പിന്നെ നമ്മൾ മൊത്തം അസ്വസ്ഥരാണ്. പിന്നെ ലൈറ്റ്മാനെ വിളിക്കുന്നു, മീറ്റർ പോയി നോക്കുന്നു, ഫീസ് പോയിട്ടുണ്ടോ നോക്കുന്നു, ആകപ്പാടെ പ്രശ്നം എന്താണ്? നമ്മളിവിടെ വെട്ടമില്ലാതെ കിടക്കുമ്പോൾ തൊട്ടടുത്ത് കിടക്കുന്നവൻ വെട്ടത്തിൽ കിടക്കുന്നു എന്നുള്ള ഒരു വലിയ പ്രയാസം ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഉണ്ട് എന്നുള്ളത്. നിങ്ങൾ മെഴുകുതിരി കത്തിച്ച ആ സമയത്ത് കൂടുതൽ ദൈവത്തോട് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് എന്നതാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷേ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയുള്ള ഒരു വലിയ പ്രശ്നമുണ്ട്. അപ്പം നമുക്കൊക്കെ സ്വാർത്ഥതയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഇപ്രകാരം ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരിക്കലും ഒരു മനുഷ്യൻ മരിച്ച് സ്വർഗത്തിൽ പോയി അദ്ദേഹം ഇങ്ങനെ ഓരോ സ്ഥലവും ഇങ്ങനെ ചുറ്റി നടന്ന് കാണുകയാണ്. അങ്ങനെ നടന്ന് ചെന്നപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു വലിയ ഭൂപ്രദേശം, അവിടെ ധാരാളം കുഴികൾ, കിണർ പോലെ വലിയ കുഴികൾ ഇങ്ങനെ കുഴിച്ചിട്ടിരിക്കുകയാണ്. കിണറെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, വലിയ കുഴി അല്ലേ? അപ്പൊ അദ്ദേഹത്തിന് അത്ഭുതം തോന്നി. ഒരുപാട് കിണറുകൾ, കുഴികൾ അവിടെ ഇങ്ങനെ കാണും. അദ്ദേഹം ഇങ്ങനെ ആ കിണറിന്റെ അടുത്ത് പോയി നോക്കിയപ്പോൾ വലിയ ആഴമുള്ള കുഴി, അതിൽ ഒരുപാട് ആളുകൾ കിടപ്പുണ്ട്. അപ്പോൾ ആ കുഴിയുടെ കരയിൽ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ആ ബോർഡിൽ ചെന്ന് നോക്കിയപ്പോൾ ഒരു ദേശത്തിന്റെ പേരാണ്. അപ്പോൾ അതിലെ ഒരു ദൂതൻ വന്നപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, ഇതെന്താണ് ഒരു സ്ഥലത്തിന്റെ പേരെഴുതി വെച്ചിട്ട്, ഒരു രാജ്യത്തിന്റെ പേരെഴുതി വെച്ചിട്ട് ആ കുഴിയിൽ ഇത്രയധികം ആളുകൾ കിടക്കുന്നത്? അപ്പോൾ ദൂതൻ ആ മനുഷ്യനോട് പറഞ്ഞു, ഇത് ഓരോ രാജ്യത്തിനും ചെറിയ ചെറിയ പാപങ്ങൾ ചെയ്ത, അതായത് സ്വാർത്ഥത, കള്ളം പറയുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുശുമ്പ്, വക്രത, ഇതൊക്കെയുള്ള ആളുകളെ കുറിച്ചിട്ടിരിക്കുന്ന കുഴിയാണ് ഈ കുഴി. ഇതിലെ ആളുകൾക്ക് ഇതിൽ നിന്ന് അവരുടെ സ്വന്തം പ്രയത്നത്തിൽ നിന്ന് കയറി വരാം. അവർ വേണമെങ്കിൽ വിചാരിച്ചാൽ എന്ത് ചെയ്യാം? അതിൽ നിന്ന് കയറി വന്ന് രക്ഷപ്പെടാം എന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് തോന്നി, എന്നാൽ പിന്നെ ഞങ്ങളുടെ നാടിന്റെ ആ ഒരു കുഴി ഒന്ന് കണ്ടു നോക്കാം, അതിൽ ആളുകൾ വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ നടന്ന് നമ്മുടെ സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ചെന്ന് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് ആളുകൾ കിടക്കുന്നു. പക്ഷെ ആ കുഴിക്ക് വലിയൊരു പ്രത്യേകത ഉണ്ട്. എന്താ കുഴിയുടെ പ്രത്യേകത അറിയാമോ? കുഞ്ഞു കുഴിയാണ്, ചെറിയ കുഴി. ഒരാൾ അത്യാവശ്യം ഒന്ന് ശ്രമിച്ചാൽ എന്ത് ചെയ്യാം? ആ കുഴിയിൽ നിന്ന് കയറി പോകും. ഇദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം. എൻ്റെ നാട്ടിലെ ആളുകൾ ഇത്രയും നല്ല ആളുകളാണ്, കുശുമില്ല, സ്വാർത്ഥതയില്ല, ഏഷ്യനയില്ല, വഴക്കില്ല, ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം സന്തോഷിക്കുന്ന കണ്ടപ്പോൾ കൂടുതൽ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെന്തിനാണ് ഇത്രയധികം സന്തോഷിക്കുന്നത്? നിങ്ങളെന്തിനാണ് ഇത്രയധികം തുള്ളിച്ചാടുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എൻ്റെ നാട്ടിലെ ആളുകൾ എത്ര നല്ല ആളുകളാണ്, ഇത് ഒരാൾ വിചാരിച്ചാൽ പുഷ്പം പോലെ ചെയ്യാം, ഇതിൽ നിന്ന് കയറി പോലെ. അപ്പൊ ദൂതം പറഞ്ഞു അദ്ദേഹത്തോട്, അതേ സഹോദര, മറ്റുള്ള ആളുകൾക്ക് അത്രയും വലിയ കുഴിയിട്ടിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെങ്ങനെയെങ്കിലും ഒരുത്തരെ എങ്ങനെയെങ്കിലും കയറ്റി വിടാനായിട്ട് നോക്കും. ഒരുത്തരെ തോളിൽ ചവിട്ടിയോ കയ്യിൽ ചവിട്ടിയോ കയറാനായിട്ട് നോക്കും. നിങ്ങളുടെ നാട്ടിലെ കുഴിയിൽ നിന്ന് ഒരുത്തൻ ജന്മം ചെയ്ത് അതിൽ നിന്ന് ചെയ്തില്ല, കയറി പോകത്തില്ല. ഏതെങ്കിലും ഒരുത്തൻ കയറി പോകണമെന്ന് ശ്രമിച്ചാൽ അടുത്ത എന്ത് ചെയ്യും? അവന്റെ കാലം പിടിച്ച് വലിച്ചു താഴെ. അപ്പൊ ഒരു കാരണവശാലും ഈ കുഴിയിൽ നിന്ന് ഒരുത്തൻ എന്ത് ചെയ്തില്ല, പുറത്തോട്ട് പോകത്തില്ല എന്നുള്ളതാണ്. ഇതുള്ളവരെ, ഇത് നമുക്കൊരു തമാശയായിട്ട് തോന്നുമെങ്കിലും നമ്മളൊക്കെ പലപ്പോഴും ഇത്തരം ജീവിതാനുഭവങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്വഭാവ സവിശേഷതകളോടുകൂടി ഈ ലോകത്ത് ജീവിക്കുന്നവരാണ്. പലപ്പോഴും നമ്മൾ സ്വസ്നേഹികളായി പോകുന്നില്ലേ എന്ന് നാം സ്വയം ഒന്ന് പരിശോധിക്കണം. മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്ത നമുക്ക് എപ്രകാരമാണ്? മറ്റുള്ളവരുടെ ഭാരങ്ങളെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കുന്നുണ്ടോ? ഏറ്റവും ചുരുക്കത്തിൽ അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുവന് ഒരു പ്രയാസമുണ്ടായാൽ ഏറ്റവും കുറഞ്ഞത് അവന് വേണ്ടി പ്രാർത്ഥിക്കുക നമുക്ക് പറ്റുന്നുണ്ടോ എന്നത് നാം ഒന്ന് ചിന്തിക്കേണ്ടുന്നത് ഏറ്റവും വലിയ ഒരു കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റുപാടുകൾ വേദനിക്കുന്ന ആളുകളുള്ളപ്പോൾ, പ്രയാസം അനുഭവിക്കുന്ന ആളുകളുള്ളപ്പോൾ
അവരുടെ പ്രയാസത്തെയും അവരുടെ ദുഃഖത്തെയും അവരനുഭവിക്കുന്ന പ്രതിസന്ധികളെയും നാം തിരിച്ചറിയുന്നുണ്ടോ എന്നത് നാം പരിശോധിക്കണം. പ്രിയമുള്ളവരെ, കർത്താവ് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഈ മറ്റുള്ളവരെ ഇത്തരത്തിൽ കാണുവാനും മനസ്സിലാക്കുവാനും അവരുടെ പ്രയാസങ്ങളിൽ അവരോട് കൂടെ ഇരിക്കുവാനുമാണ് ക്രിസ്തു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതൊരു പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വലിയ തരത്തിലുള്ള സപ്പോർട്ടൊന്നും അവർക്ക് ചെയ്യണമെന്നൊന്നുമില്ല. ഒരു വലിയ പ്രയാസത്തിന് അനുഭവത്തിലിരിക്കുന്ന ആളുകളെ നോക്കി ഒരുപക്ഷെ അയാളെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചാൽ ഒരുപക്ഷെ അയാളുടെ സങ്കടം മാറിപ്പോവായിരിക്കും, അല്ലേ? ഇത് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എത്ര പേർ പരസ്പരം നോക്കി പുഞ്ചിരിക്കുന്നുണ്ട്? ദേവാലയത്തിൽ വരുമ്പോൾ ഇന്ന് വന്നപ്പോൾ തൊട്ടടുത്തിരുന്ന ആളെ നോക്കി ചിരിച്ച് എത്ര പേരുണ്ട്? അല്ലെ? ഇന്നലെ നമ്മുടെ ദേവാലയത്തിൽ കൈസൂരി കൊടുക്കാൻ ഒരു മടിയാണ് എന്നതാണ് പറയുന്നത്, അല്ലേ? ഞാൻ അടുത്തിടെ ഒരു പള്ളിയിൽ പോയപ്പോൾ അവിടെ 2 വിശുദ്ധ ആരാധനയിൽ പങ്കെടുത്തു. അപ്പോൾ 2 ആരാധനയിൽ നമുക്ക് കൈസൂരിയുണ്ട്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ 2 ആരാധനകളിലും വന്ന ആളുകൾ ഒരേ സ്ഥലത്തിരിക്കുക. ആർക്കും ഒരു മാറ്റമില്ല. ഫ്രണ്ടിലിരുന്ന ചേച്ചി അവിടെ തന്നെ ഇരിക്കുന്നു, ഫ്രണ്ടിലിരുന്ന ചേട്ടൻ അവിടെ തന്നെ ഇരിക്കുന്നു, പിള്ളേരെല്ലാം അങ്ങനെ തന്നെ ഇരിക്കുന്നു. അപ്പോൾ എനിക്കിത് ഭയങ്കര അത്ഭുതം തോന്നിയിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, വെച്ചാൽ ഒരാൾക്ക് പോലും ഒരു ചടങ്ങില്ല, എല്ലാവരും അതേ സീറ്റിൽ തന്നെ ഇരിക്കുന്നു, ഒരാൾ പോലും മാറിയിരിക്കുന്നില്ല. അപ്പോൾ 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ കുറച്ച് ഇടയുണ്ട്. കുറച്ച് താമസിച്ച് വന്നൊരു ചേച്ചി കയറി വന്നപ്പോൾ ഞാൻ ഓർത്തു ബാക്കിൽ എവിടെയെങ്കിലും ഇരിക്കുന്നു. പക്ഷേ ആ ചേച്ചി നേരെ കയറി വന്ന് ഏറ്റവും ഫ്രണ്ടിൽ വന്നൊരു വൈദ്യുതി ഞാൻ നോക്കുമ്പോൾ ശരിയാണ്, ആ ചേച്ചിക്കുള്ള സ്പേസ് അവിടെ ഉണ്ട്. അപ്പോൾ ആ അച്ഛൻ എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? ഇവിടെ കൈസൂരി കൊടുക്കുന്നത് കൊണ്ട് ഇഷ്ടമുള്ളവർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അടുത്തിരിക്കുള്ളൂ. ഇഷ്ടമില്ലാത്ത ആളുകൾ വന്നിരുന്നാൽ കൈസൂരി കൊടുക്കാൻ വലിയ പ്രയാസമാണ് എന്നുള്ളത്. അപ്പം നമ്മൾ ദേവാലയത്തിൽ പോയിരിക്കുന്നത് പോലും ആ മനോഭാവത്തോടു കൂടിയാണ് എന്നുള്ളത്. തൊട്ടടുത്തിരിക്കുന്നവന് ദൈവത്തിന്റെ സമാധാനം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് പറയാൻ പോലുമുള്ള ഒരു മനസ്സ് ഇന്ന് നമ്മളിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള ഒരു മനസ്സല്ല, മറിച്ച് എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരെയും കരുതുവാനും മറ്റുള്ളവന്റെ പ്രയാസം എന്റെയും പ്രയാസമാണെന്നും അവന്റെ സങ്കടത്തിൽ എനിക്കും സങ്കടമുണ്ട് എന്നുള്ള മനോഭാവത്തോടു കൂടി വേണം ഞാൻ നിങ്ങളും ഈ ലോകത്തിൽ ആയിരിക്കുവാനായിട്ട്. ഒരുപക്ഷെ നമ്മുടെ ഒരു ചെറു പുഞ്ചിരിയോ നമ്മുടെ തോളിൽ തട്ടിയുള്ള ഒരാശ്വസിപ്പിക്കലോ സാരമില്ലട എന്ന് പറയുന്ന ഒരു വാക്കോ ഇതൊക്കെ എന്താണ് ഒരുവന്റെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അവൻ അനുഭവിക്കുന്ന, അവൻ കടന്നു പോകുന്ന പ്രയാസങ്ങളിൽ അത് അവന് വലിയൊരു ആശ്വാസമായി തീരുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യന് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ എടുക്കുന്ന ഒരു ചെറിയ സ്റ്റെപ്പ് പോലും അവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളെ കൊണ്ടുവരുവാനായിട്ട് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ തിരുവനന്തപുരം ധ്യാനത്തിൽ നിന്ന് ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ പഠിച്ചത് കണ്ണമൂല ഐക്യവൈദിക സെമിനാരിയിലാണ്. അത് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സെമിനാരിയാണ്. നമ്മുടെ CSI സഭയുടെ ഏക സെമിനാരിയാണ്. അതിൻ്റെ അടുത്താണ് റീജിയണൽ ക്യാൻസർ സെന്റർ RCC, അവിടെയാണ്. ഇന്ന് പലർക്കും അറിയാം. അപ്പോൾ അവിടെ ആ ഒരു RCC ഉള്ളത് കൊണ്ട് തന്നെ അവിടെയുള്ള ഭൂരിഭാഗം ദേവാലയങ്ങളും അതിനോട് ചേർന്ന് അവിടെ വരുന്ന രോഗികൾക്ക് കിടക്കുവാനും ചികിത്സയ്ക്ക് വരുന്ന ആളുകൾക്ക് കുറഞ്ഞ ചെലവിൽ താമസിക്കുവാനും മറ്റുമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരുപാട് സെന്ററുകളുണ്ട്. അവിടെ മർത്തോമ സഭയ്ക്കും ഒരു സെന്ററുണ്ട്. ഒരിക്കൽ അവിടുത്തെ അച്ഛൻ ഞങ്ങളുടെ സെമിനാരിൽ വന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം പറഞ്ഞു. ആ അനുഭവം ഇതാണ്. അദ്ദേഹം ഉണ്ടായിരുന്ന ആ സെന്ററിൽ ഒരു ദിവസം ഒരു പിതാവും മാതാവും ഒരു ചെറിയ പെൺകുട്ടിയും കടന്നു വന്നു. ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ തന്നെ അച്ഛന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം വളരെ ഇടുക്കിയായ ഒരു പെൺകുട്ടി വന്നത് അച്ഛനെ നോക്കി ചിരിച്ചു. ആ കുഞ്ഞിന്റെ ചിരി കാണാൻ വളരെ രസമാണ്. വളരെ സന്തോഷത്തോടു കൂടി ചിരിക്കുന്നു. അച്ഛനോട് വന്നത് വർത്താനം പറഞ്ഞു. മാത്രമല്ല അവിടെ കാണുന്ന എല്ലാവരോടും പോയി ആ കുഞ്ഞ് വർത്താനം പറയും. എല്ലാവരോടും പോയി സംസാരിക്കുന്നു. എല്ലാവരെയും പോയി ചിരിച്ചു കാണിക്കുന്നു. അങ്ങനെ ഈ കൊച്ചെല്ലായിടത്തും ഓടി നടന്ന് സംസാരിക്കാം. പിറ്റേ ദിവസമായപ്പോൾ ഈ കുഞ്ഞിനെ കൊണ്ട് അതിൻ്റെ മാതാപിതാക്കൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് കടന്നുപോയി. അവർക്ക് ഒരു ചെറിയ ഒരു ഡോക്ടർ എന്തോ ഒരു ക്യാൻസറിൻ്റെ സംശയം പറഞ്ഞതുകൊണ്ട് ആ കുഞ്ഞിനെ കൊണ്ട് ചികിത്സയ്ക്കായിട്ട് വന്നതാണ്. ഏതായാലും ആ കുഞ്ഞിനെ കൊണ്ട് മാതാപിതാക്കൾ RCC പോയി ചെക്കപ്പുകളൊക്കെ നടത്തി. 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നു. സങ്കടമെന്ന് പറയട്ടെ, ആ കുഞ്ഞിന് ബ്ലഡ് ക്യാൻസർ സ്ഥിരീകരിച്ചു. ആ മാതാപിതാക്കൾക്ക് ആകെയുള്ള കുഞ്ഞായിരുന്നു.
അവർക്കത് വലിയ പ്രയാസവും സങ്കടവും ഒക്കെയായി. എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സങ്കടം വന്നതൊന്നുമല്ല, ആ കുഞ്ഞിനെ എല്ലാവരും ഇഷ്ടപ്പെട്ടത് ആ കുഞ്ഞിന്റെ പുഞ്ചിരിയും ചിരിയുമാണ്. ആ കുഞ്ഞിനെ രോഗത്തെക്കുറിച്ച് അറിയാനിട്ടാണോ അല്ലാഞ്ഞിട്ടാണോ അന്ന് മുതൽ ഈ കുഞ്ഞ് ചെയ്തിട്ടില്ല, ചിരിച്ചിട്ടില്ലായിരുന്നു. ആരെ നോക്കി ചിരിക്കുന്നത്, ആരോടും വിശേഷം പറയുന്നില്ല, ആരുടെ അടുത്തേക്ക് ഈ കുഞ്ഞ് പോകുന്നത്, അതെല്ലാവരെയും വളരെയധികം നിരാശപ്പെടുന്നു. അങ്ങനെ എനിക്ക് ഒരു ദിവസം ഈ അച്ഛൻ ഈ സെന്റർ വിട്ട് പുറകോട്ട് ഇറങ്ങുമ്പോൾ ഈ കുഞ്ഞ് അതിൻ്റെ വാതൊക്കെ നിൽക്കുന്നു. അപ്പൊ ഈ അച്ഛൻ കുഞ്ഞിന്റെ അടുത്ത് വന്ന് അതിന്റെ തലയിൽ കണ്ടിട്ട് പറഞ്ഞു, ഇന്ന് അച്ഛനങ്ങൾ പുറത്തു പോയിട്ട് വരുമ്പോൾ കുഞ്ഞിന് ഒരു സെറ്റ് കുപ്പിവട ഈ കയ്യിലിടാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് കുപ്പിവട ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഈ കുഞ്ഞ് അച്ഛനെ നോക്കി ചിരിച്ചൊന്നുമില്ല. അച്ഛൻ പുറത്തോട്ട് പോയി. ഉച്ച കഴിഞ്ഞപ്പോൾ അച്ഛൻ തിരിച്ചു വന്നപ്പോൾ ഈ കുഞ്ഞ് അവിടെ തന്നെ നിൽപ്പുണ്ട്. ഈ കുഞ്ഞിനെ കണ്ടപ്പോഴാണ് അച്ഛൻ ഓർത്തത്, അയ്യോ രാവിലെ കൊച്ചിന് കുപ്പിവട വാങ്ങിച്ചുകൊണ്ട് വരാനോ എന്ന് പറഞ്ഞു പോയത് അച്ഛൻ മറന്നു. അച്ഛൻ വന്ന് കുഞ്ഞിൻ്റെ അടുത്ത് കാവടി തന്നിട്ട് പറഞ്ഞു, അച്ഛനങ്ങൾ മറന്നു പോയി, നാളെ ഉറപ്പായിട്ട് വരുമ്പോൾ കുപ്പിവട വാങ്ങിച്ചുകൊണ്ട് വരും. നാളെയും പതിവ് പോലെ തന്നെ കുഞ്ഞ് അവിടെ ഉണ്ടായത്. അച്ഛൻ പുറത്തു പോയി തിരിച്ചു വന്ന് ചെയ്തു. അച്ഛൻ പതിവ് പോലെ തന്നെ മറന്നു. മൂന്നാമത്തെ ദിവസം നമ്മൾ അച്ഛന്മാരെ അങ്ങനെ തിരക്കുള്ളവരൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ മറന്നു പോകാനുള്ള സാധ്യത ഇവിടെ അച്ഛൻ അങ്ങനെ സംഭവിച്ചു. മൂന്നാമത്തെ ദിവസം അച്ഛൻ ആദ്യം ചെയ്തത് പുറത്തു പോയി ഈ കുഞ്ഞിന് ആവശ്യമാകുന്ന കുപ്പിവള വാങ്ങിച്ച് കയ്യിൽ വെച്ചു എന്നുള്ളതാണ്. എന്നിട്ട് ഉച്ചയായപ്പോൾ തിരികെ വന്ന് ഈ കുഞ്ഞിന്റെ കയ്യിലേക്ക് അച്ഛൻ ഈ കുപ്പിവള മുഴുവൻ ഇട്ടുകൊടുത്തു. പിന്നെ അച്ഛൻ കണ്ട ഒരു കാഴ്ച, ഈ കുഞ്ഞിന്റെ മുഖത്ത് ഇങ്ങനെ വളരെയധികം സന്തോഷം ഇങ്ങനെ നിറഞ്ഞു വരുന്നത് അച്ഛൻ കാണുകയും അവൾ ആദ്യം ചെറുതായിട്ടൊന്ന് ചിരിച്ചു, പിന്നെ അത് പുഞ്ചിരിയായി, പിന്നെ അത് വലിയ സന്തോഷമായി. ആ കുഞ്ഞ് വളരെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടു കൂടി ചിരിക്കുവാനായിട്ട് തുടങ്ങി. ആ കുഞ്ഞിനെ കൊണ്ട് ആ കുഞ്ഞ് വളരെ വേഗത്തിൽ ഓടി തന്റെ മാതാപിതാക്കളുടെ അടുത്ത് എന്നൊക്കെ പറഞ്ഞു, അച്ഛനെങ്കിൽ എനിക്ക് കുപ്പിവള വാങ്ങി തന്നു. ആ കുപ്പിവള അവിടെ ഓരോ റൂമിലും കയറി ഓരോ ആളുകളെയും കാണിച്ചു കൊടുത്ത് സന്തോഷത്തോടു കൂടി അച്ഛനങ്ങൾ എനിക്ക് എന്ത് വാങ്ങിച്ചു തന്നു, കുപ്പിവള വാങ്ങിച്ചു തന്നു. അങ്ങനെ പ്രിയമുള്ളവരെ, ആ കൊച്ചിന്റെ പിച്ചുമുട്ടുകൾ പൂർത്തീകരിച്ച് ഈ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ കൊണ്ട് അവരുടെ ഭവനത്തിലേക്ക് പോയി. ഏതാനും മാസങ്ങൾക്ക് ശേഷം ഈ അച്ഛനെ വളരെ പ്രഭാതത്തിൽ ഒരു കോൾ വന്നു. ആ കോൾ എടുക്കാൻ അദ്ദേഹം ഫോൺ എടുത്തു. ഫോണിന്റെ അങ്ങേ തലയ്ക്ക് ഒരു സ്ത്രീ അദ്ദേഹത്തോട് സംസാരിച്ചു. അച്ഛൻ പറയുന്നത് ആ സ്ത്രീ കരയുകയായിരുന്നു. ആ അച്ഛന് മനസ്സിലായി ആ പെൺകുട്ടിയുടെ മാതാവാണ്. ആ മാതാവ് അച്ഛനോട് പറഞ്ഞു, വച്ചാ ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളുടെ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി. എന്നാൽ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. അവൾ മരിക്കുന്ന അവസാന നിമിഷം വരെയും അവളുടെ കയ്യിൽ ആ കുപ്പിവളയുണ്ടായിരുന്നു. അവൾ വേദനയുടെ ഓരോ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ അവളുടെ കയ്യിൽ ആ കുപ്പിവള കാണുമ്പോൾ അവൾക്ക് വലിയ സന്തോഷമായിരുന്നു. അതുകൊണ്ട് അച്ഛ, അവൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവൾ അടക്കിയപ്പോഴും അവളുടെ കയ്യിൽ ഞങ്ങൾ ആ കുപ്പിവള അണിയിച്ചു. അവളുടെ വേദനയുടെ അനുഭവത്തിൽ അച്ഛൻ നൽകിയ ആ ഒരു വലിയ സന്തോഷം അത് ഞങ്ങളെ മുഴുവൻ സന്തോഷിപ്പിച്ചു എന്നുള്ളതാണ്. ഇത് പറഞ്ഞിട്ട് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് നഷ്ടപ്പെട്ടത് ഒരു 50 രൂപയാണ്, 50 രൂപയുടെ ഒരു സെറ്റ് കുപ്പിവള. പക്ഷേ അതിലൂടെ ആ കുടുംബത്തിന് നൽകുവാനായിട്ട് സാധിച്ചത് വലിയൊരു സന്തോഷത്തിൻ്റെ അനുഭവമാണ്. പ്രിയമുള്ളവരെ, ചെറുത് എന്ന് തോന്നുന്നതൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മറ്റൊരുവന് വേണ്ടി നാം ചെലവഴിക്കുന്ന ഓരോ സമയവും അത് അവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ഒരു ശിഷ്യനിൽ നിന്ന് ക്രിസ്തു ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. കാരണം ക്രിസ്തു ജീവിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, ക്രിസ്തു മരിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതും മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനെ ആരാധിക്കുന്ന, ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന നമ്മിൽ നിന്ന് ക്രിസ്തു ഈ കാലയളവിൽ ആഗ്രഹിക്കുന്നതും മറ്റുള്ളവരെ കുറിച്ചുള്ള വലിയൊരു ഭാരം, മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു വലിയ ചിന്ത എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അത് ഈ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്ന ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള ഒരു ആലോചന തന്നെയാണ്. കാരണം നമ്മളെല്ലാം ഇന്ന് സ്വാർത്ഥരും, നമ്മളെല്ലാവരും ഇന്ന് സ്വസ്നേഹികളും ഒക്കെ ആയി പോകുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിതം അത്തരത്തിലാണ് എങ്കിൽ ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിന് ഇത്തരത്തിലുള്ള കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകളെയൊക്കെ പരിഹരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശു കർത്താവ് പത്രോസിനോട് ചോദിക്കുകയാണ്, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നതുമോ? പത്രോസിനോട് ചോദിച്ച അതേ ചോദ്യം ഇന്ന് രാത്രികാലം ഈ സഭയോട്, ഈ വിശ്വാസ സമൂഹത്തോട് ദൈവം ചോദിക്കുകയാണ്. നിങ്ങൾ ക്രിസ്തുവിന്റെ ശിഷ്യരാണെങ്കിൽ ക്രിസ്തു ഇന്ന് രാത്രികാലം നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? നിങ്ങൾ എനിക്ക് വേണ്ടി ജീവൻ കളയുവാനായിട്ട് തയ്യാറാണോ? മറ്റുള്ളവർക്ക് വേണ്ടി മുറിവേൽക്കുവാനായിട്ട്, ക്രിസ്തുവിന് വേണ്ടി മുറിവേറ്റെടുക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറാണോ? മാത്രമല്ല, ഇവിടെ ഇടയന്റെ വലിയ ശുശ്രൂഷ ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിക്കുകയാണ്. അവന്റെ ഭാരം വഹിക്കുവാൻ, അവന്റെ പ്രയാസങ്ങളിൽ അവനോട് ചേർന്നിരിക്കുവാൻ, അവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവന്റെ കണ്ണുനീരൊപ്പുവാൻ ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. ആ ഒരു ഉത്തരവാദിത്വം ക്രിസ്തു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുമ്പോൾ അത് അപ്രകാരം ചെയ്യുവാനായിട്ട് നാം തയ്യാറാകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഈ കൺവെൻഷന്റെ രണ്ടാമത്തെ ദിനത്തിൽ ഈ സന്ധിയിൽ നാം ഓരോരുത്തരും ആയിരിക്കുമ്പോൾ നമ്മെ ക്രിസ്തു പിടിച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ ശിഷ്യരാകുവാൻ വേണ്ടിയാണ്. ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത് ക്രിസ്തുവിന്റെ ശിഷ്യനായി തീരുവാൻ വേണ്ടിയാണ്. ഭക്തിമാരിലൂടെ കർത്താവ് നമ്മെ കേൾപ്പിച്ചു, യേശു കർത്താവിനെ എന്റെ എല്ലാമായി, എന്റെ രക്ഷകനായി നാം സ്വീകരിക്കുമ്പോൾ, യേശു കർത്താവിനെ അജന്തരമായി വിശ്വസിക്കുമ്പോൾ, യേശു കർത്താവിനെ എന്റെ എല്ലാമായി സ്വീകരിക്കുമ്പോൾ ഞാൻ ഒരു ക്രിസ്തു ശിഷ്യനായി തീരും. ഞാൻ ക്രിസ്തു ശിഷ്യനായി തീരുമ്പോൾ ക്രിസ്തു നമ്മോട് ചോദിക്കുകയാണ്, എനിക്ക് വേണ്ടി നീ മുറിവേറ്റെടുക്കുവാനായിട്ട് തയ്യാറാണോ? അതിലൂടെ ക്രിസ്തു നമ്മളോട് പറഞ്ഞു തരുന്നത് ക്രൈസ്തവ ജീവിതം കഷ്ടതയുടെ, പ്രയാസത്തിന്റെ, ബുദ്ധിമുട്ടിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ജീവിതമാണ്. എന്നാൽ അതിന്റെ നടുവിൽ ദൈവം നമ്മളോട് കൂടെയുണ്ട്. ഓരോ പ്രയാസം അനുഭവിക്കുമ്പോഴും, ഓരോ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴും നമ്മെ താങ്ങുന്ന, നമ്മെ കരുതുന്ന, നമ്മെ ചേർത്ത് നിർത്തുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന, നമുക്ക് ധൈര്യം നൽകുന്ന, നമുക്ക് ആശ്വാസം നൽകുന്ന ആ കർത്താവിന്റെ കാലം നമ്മളോട് കൂടെയുണ്ട്. പക്ഷെ ഒടുവിലായി ക്രിസ്തു പറയുകയാണ്, എന്റെ ആടുകളെ മേയ്ക്കുക. ആടിന്റെ ഭാരം ഇടയേറ്റെടുക്കുന്നത് പോലെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ, നമ്മുടെ ബന്ധുമിത്രാദികളുടെ, നമ്മുടെ അയൽവക്കത്തുള്ളവരുടെ, നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ ഭാരങ്ങൾ കാണുവാൻ, അവരുടെ പ്രയാസത്തിൽ അവരെ ആശ്വസിപ്പിക്കുവാൻ, അവരെ ധൈര്യപ്പെടുത്തുവാൻ, അവരുടെ സങ്കടം എന്റെ സങ്കടമാണെന്ന് ഓർത്തുകൊണ്ട് ഏറ്റെടുക്കുവാൻ, അവരുടെ പ്രയാസം എന്റെയും പ്രയാസമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വാർത്ഥതയില്ലാതെ ദൈവസ്നേഹത്തെ ഈ ലോകത്തിൽ പ്രതിഫലിപ്പിച്ചു നൽകുവാൻ ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. അത്തരത്തിൽ ദൈവത്തിന്റെ വിളിയോട് ക്രിയാത്മകമായി ഇന്ന് രാത്രികാലം പ്രതികരിച്ചുകൊണ്ട് നമ്മൾ ഈ ദേവാലയം വിട്ട് നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു പോകുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവം ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ അവസ്ഥകളിൽ, നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാൻ, വലിയ വലിയ ദൈവിക നന്മകൾ നൽകുവാൻ ആ കർത്താവ് ശക്തനായി നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ക്രിസ്തുവിന്റെ ശിഷ്യനായി തീരുവാൻ തയ്യാറാണോ? ക്രിസ്തുവിന് വേണ്ടി തന്റെ ജീവൻ ത്യജിക്കുവാൻ തയ്യാറാണ്? ആ ചോദ്യം ഇന്ന് രാത്രി നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. ആ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് തന്നെ കണ്ടെത്താം. ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തി സന്തോഷത്തോടുകൂടി നമുക്ക് നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു പോകാം. അതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുന്നതാണ്.